DLED കേരള ഫ്രീ ലേണിംഗ് ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ അധ്യാപക വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പേപ്പർ 201 വിദ്യാഭ്യാസ മനഃശാസ്ത്രം പഠനവും പഠന പ്രക്രിയയും എന്ന് പറയുന്ന പേപ്പറിലെ ഒന്നാമത്തെ യൂണിറ്റായ പഠനം എന്ന് പറയുന്ന യൂണിറ്റിനെ കുറിച്ചാണ്. പഠനം എന്ന യൂണിറ്റിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 ഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞു. വ്യവഹാര മനഃശാസ്ത്രവും അതുപോലെ തന്നെ ഗസ്റ്റാൾട്ട് സിദ്ധാന്തവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സാമൂഹിക പഠന സിദ്ധാന്തം, വൈജ്ഞാനിക പഠന സിദ്ധാന്തം, അതുപോലെ തന്നെ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. യൂണിറ്റ് 1 പഠനം എന്നുള്ളതിലെ രണ്ടാമത്തെ ഭാഗമാണ് പറയുന്നത്. ആദ്യം പറയുന്നത് സാമൂഹിക പഠന സിദ്ധാന്തത്തെ കുറിച്ചാണ്. സാമൂഹിക പഠന സിദ്ധാന്തം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആൽബർട്ട് ബന്ദുരെ എന്ന് പറയുന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ്, അഥവാ സൈക്കോളജിസ്റ്റ് ആണ്. ആൽബർട്ട് ബന്ദുരെയാണ് സാമൂഹിക പഠന സിദ്ധാന്തം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ആശയത്തിൽ പറയുന്നത് നിരീക്ഷണത്തിലൂടെയും അനുകരണത്തിലൂടെയുമാണ് കുട്ടികൾ പല കാര്യങ്ങൾ പഠിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് എന്നാണ് സാമൂഹിക പഠന സിദ്ധാന്തത്തിലൂടെ ബന്ദുരെ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിരീക്ഷണത്തിലൂടെയും അനുകരണത്തിലൂടെയും കുട്ടികൾ ശീലങ്ങൾ രൂപപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. മൂല്യബോധം, കുട്ടികളുടെ പെരുമാറ്റ രീതികൾ, സാമൂഹ്യ ഇടപെടലുകൾ തുടങ്ങിയവ അനുഗുണമായ രീതിയിൽ സ്വാധീനിക്കാൻ നിരീക്ഷണത്തിനും അനുകരണത്തിനും സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടികളിൽ ഉണ്ടാവുന്ന മൂല്യബോധങ്ങളും കുട്ടികളിൽ ഉണ്ടാവുന്ന നല്ല സാമൂഹ്യ ഇടപെടലുകളും കുട്ടികളുടെ പെരുമാറ്റ രീതികളുമെല്ലാം കുട്ടികൾ സമൂഹത്തിൽ നിന്നും അനുകരണത്തിലൂടെയും നിരീക്ഷണത്തിലൂടെയുമാണ് മനസ്സിലാക്കുന്നത്. ആ സാമൂഹിക പഠന സിദ്ധാന്തം ആ പേരിൽ തന്നെയുണ്ട്, സാമൂഹിക പഠനം. സമൂഹത്തിൽ നിന്ന് പഠിക്കുകയാണ് കുട്ടി ചെയ്യുന്നത്. എങ്ങനെയാണ് പഠിക്കുന്നത്? അനുകരണത്തിലൂടെയും നിരീക്ഷണത്തിലൂടെയും. അതാണ് സാമൂഹിക പഠന സിദ്ധാന്തത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളെ ഗുണപരമായി സ്വാധീനിക്കാൻ കഴിയുന്ന മികച്ച മാതൃകകൾ സ്കൂളിൽ ലഭ്യമാക്കണം. ഈ സാമൂഹിക പഠന സിദ്ധാന്തത്തിൽ പ്രത്യേക ഘട്ടങ്ങൾ പഠിക്കുന്നുണ്ട്. കുട്ടികൾ എങ്ങനെയാണ് നിരീക്ഷണ പഠനം നടക്കുന്നത് എന്നുള്ളതിന് ഘട്ടങ്ങൾ പഠിക്കുന്നുണ്ട്. ആ ഘട്ടങ്ങളാണ് നമ്മൾ പറയുന്നത്. കുട്ടികൾ നിരീക്ഷണ പഠനം നടക്കുന്നതിനുള്ള പ്രക്രിയകളാണ് പറയുന്നത്. ആദ്യം പറയുന്നത് മാതൃക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം ശ്രദ്ധ, മൂന്നാമത്തേതാണ് നിലനിർത്തൽ, നാലാമത്തേതാണ് ചാലക പ്രകടനം, അഞ്ചാമത്തേതാണ് അഭിപ്രേരണ. മാതൃക, ശ്രദ്ധ, നിലനിർത്തൽ, ചാലക പ്രകടനം, അഭിപ്രേരണ, ഈ ഘട്ടങ്ങളാണ് ആൽബർട്ട് ബന്ദുരെ സാമൂഹിക പഠന സിദ്ധാന്തത്തിൽ പറയുന്നത്. ഈ ഘട്ടങ്ങളിലൂടെയാണ് കുട്ടികൾ നിരീക്ഷണ പഠനം നടത്തുന്നത്. അത് എങ്ങനെയെന്ന് വെച്ചാൽ കുട്ടികളെ ഗുണപരമായി സ്വാധീനിക്കാൻ കഴിയുന്ന മികച്ച മാതൃകകൾ സ്കൂളിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ആ മാതൃകകളെയൊക്കെ കുട്ടികൾ എന്ത് ചെയ്യും? നല്ല രീതിയിൽ ശ്രദ്ധിക്കും. ആ ശ്രദ്ധ കുട്ടികളിൽ എന്ത് ചെയ്യും? നിലനിർത്തും. ആ നിലനിർത്തുന്നത് കുട്ടികൾ എന്ത് ചെയ്യും? എക്സ്പ്രസ് ചെയ്യും. കുട്ടികൾ ചാലക പ്രകടനം നടത്തും. അതെന്ത് ചെയ്യും? കുട്ടികളിൽ ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കും. അപ്പൊ ആ രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്ലാസ് റൂമിലുള്ള പഠനങ്ങളൊക്കെ നടക്കേണ്ടത്. അധ്യാപകർ തന്നെ സ്വയം മികച്ച മാതൃകയായി മാറുകയാണ്. കാരണം കുട്ടികൾ സമൂഹത്തിൽ നിന്ന് മാതൃക ലഭിക്കണം, ക്ലാസ് റൂമിൽ നിന്ന് മാതൃക ലഭിക്കണം. അപ്പൊ കുട്ടികൾക്ക് ക്ലാസ് റൂമിലെ മാതൃക എന്നുള്ളത് അധ്യാപകനാണ്. അപ്പൊ അധ്യാപകൻ എന്നുള്ളത് നല്ലൊരു മാതൃകയായിരിക്കണം. സ്വയം മികച്ച മാതൃകയായി മാറാൻ അധ്യാപകന് കഴിയണം. മറിച്ചായാൽ കുട്ടികളിൽ മോശമായ പ്രവണതകൾ ഉടലെടുക്കാൻ അത് കാരണമാകും. അധ്യാപകൻ അങ്ങനെ നല്ലൊരു മാതൃകയല്ല എന്നുണ്ടെങ്കിൽ ഒരു കുട്ടികളിൽ മോശം പ്രവണത നിലനിർത്താനും അധ്യാപകൻ കാരണമാകും. അപ്പൊ അധ്യാപകൻ എന്ന് പറയുന്നത് ഏറ്റവും നല്ല മാതൃകയായി മാറുകയാണ് വേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ആൽബർട്ട് ബന്ദുരെ തന്റെ സാമൂഹിക പഠന സിദ്ധാന്തത്തിൽ പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വൈജ്ഞാനിക പഠന സിദ്ധാന്തങ്ങളാണ്. വൈജ്ഞാനിക പഠന സിദ്ധാന്തങ്ങളിൽ നമുക്ക് 2 ആൾക്കാരുടെ ആശയങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന് ബ്രൂണറുടെ ആശയങ്ങളും മറ്റൊന്ന് പിയാഷെയുടെ ആശയങ്ങളും. അപ്പൊ നമ്മൾ ആദ്യം പറയുന്നത് വൈജ്ഞാനിക പഠന സിദ്ധാന്തത്തിൽ ബ്രൂണറുടെ പഠന സങ്കല്പങ്ങളെയാണ് പറയുന്നത്. ബ്രൂണർ പറഞ്ഞിട്ടുള്ളത് പഠനം ഒരു സജീവമായ സാമൂഹിക പ്രക്രിയയാണെന്നാണ് ബ്രൂണർ അഭിപ്രായപ്പെട്ടുള്ളത്. ബ്രൂണർ അഭിപ്രായപ്പെട്ടത് പഠനം എന്ന് പറയുന്നത് സജീവമായ ഒരു സാമൂഹിക പ്രക്രിയയാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ ബുദ്ധിപരമായ വികാസത്തെ ത്വരിതപ്പെടുത്താനും കൂടുതൽ മികവുറ്റതാക്കാനും ഉതകുന്ന രീതിയിൽ ഒരു സാംസ്കാരിക ഉപകരണം അഥവാ കൾച്ചറൽ ടൂളാണ് വിദ്യാഭ്യാസം എന്ന അഭിപ്രായം മുന്നോട്ട് വെച്ചത് ആരാണ്? നമ്മുടെ ബ്രൂണറാണ്. അപ്പൊ എന്താണ്? കുട്ടിയുടെ വികാസത്തിനനുസരിച്ച് സാംസ്കാരിക അറിവും രൂപപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. കുട്ടികളുടെ വികാസ ഘട്ടങ്ങൾക്കനുസരിച്ച് സാംസ്കാരിക അറിവ് വിവർത്തനം ചെയ്യപ്പെടണം. കൂടുതൽ അനുഭവ സമ്പത്തുള്ള അധ്യാപകനും അനുഭവ സമ്പത്ത് കുറഞ്ഞ കുട്ടികളും തമ്മിലുള്ള പരസ്പര വിനിമയത്തിലൂടെ കുട്ടികൾ കൂടുതൽ നേരിനോടടുത്ത് വരുന്ന ചിത്രമാണ് ബ്രൂണർ അവതരിപ്പിക്കുന്നത്. അതായത് അധ്യാപകന് എന്തുണ്ടായിരിക്കും? ഒരുപാട് അനുഭവ സമ്പത്ത് ഉണ്ടായിരിക്കും. അധ്യാപകന്റെ ജീവിതകാലം മുഴുവൻ അധ്യാപകന് ലഭിച്ച അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. കുട്ടികൾക്ക് 1ാം ക്ലാസ്സിലത്തെ കുട്ടി എന്ന് പറയുമ്പോൾ ഒരു 5-6 വയസ്സായിരിക്കും. ആ 5-6 വയസ്സുള്ള കുട്ടികൾക്ക് അനുഭവ സമ്പത്ത് കുറവായിരിക്കും. ആ കുറഞ്ഞ കാലം ജീവിച്ചിട്ടുള്ളൂ, കുറഞ്ഞ കാലമാണ് ഇടപെടലുകൾ നടത്തിയിട്ടുള്ളൂ. അപ്പൊ കൂടുതൽ അനുഭവ സമ്പത്തുള്ള അധ്യാപകൻ കുട്ടികളുമായി നിരന്തരം ഇടപെടുമ്പോഴാണ് കുട്ടികളിൽ പഠനം നടക്കുന്നത് എന്നാണ് നമ്മുടെ ബ്രൂണർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം. അതുപോലെ തന്നെ അറിവ് നിർമ്മാണ പ്രക്രിയ ഒറ്റപ്പെട്ട അവസ്ഥയിലല്ല, മറിച്ച് സാമൂഹിക സന്ദർഭത്തിലാണ് നടക്കുന്നതെന്ന് ബ്രൂണർ അഭിപ്രായപ്പെട്ടു.
അപ്പൊ സാമൂഹിക സന്ദർഭത്തിലുള്ള പരമാവധി അവസരങ്ങളെല്ലാം ക്ലാസ് റൂമിൽ ഇരിക്കണം, എന്നാലാണ് എന്തേ ഉള്ളൂ പഠനം നടക്കുകയുള്ളൂ എന്ന് ബ്രൂണർ പറയുന്നു. കുട്ടി എന്ന് പറയുന്നത് ഒരു സാമൂഹിക ജീവിയാണ്, മനുഷ്യൻ സാമൂഹിക ജീവിയാണ്, അതുകൊണ്ട് കുട്ടിയും ഒരു സാമൂഹിക ജീവിയാണ്. സാമൂഹികമായ ജീവിതത്തിലൂടെ അനുഭവങ്ങളെ വ്യാഖ്യാനിക്കുന്നതിനുള്ള പൊതു ചട്ടക്കൂട് കുട്ടി സ്വായത്തമാക്കുന്നു. അതായത് കുട്ടി സ്വായത്തമാക്കുന്നത് സാമൂഹികമായ ജീവിതത്തിലൂടെയും സാമൂഹികമായ ഇടപെടലുകളിലൂടെയുമാണ്. അപ്പൊ അതിനുള്ള അവസരങ്ങളെല്ലാം ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കുട്ടികളും അധ്യാപകരും നടത്തുന്ന കൂട്ടായ ചർച്ചകളും സംവാദങ്ങളും പഠനത്തിന് അനുപേക്ഷണീയമാണ്. അപ്പോൾ അധ്യാപകരും കുട്ടികളും തമ്മിൽ നല്ലൊരു ചർച്ച നടക്കണം. ആ ചർച്ചകളിലൂടെ കുട്ടികൾക്ക് കൂടുതൽ അറിവും അനുഭവങ്ങളും അധ്യാപകരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കുട്ടികളുടെ നിലവിലുള്ള ധാരണകൾക്ക് അനുയോജ്യമായ രീതിയിൽ ചിട്ടപ്പെടുത്തിയ പഠന പ്രവർത്തനങ്ങളാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. കുട്ടിക്ക് എന്താണോ പരിചയമുള്ളത് ആ രീതിയിലുള്ള പഠന പ്രവർത്തനങ്ങളായിരിക്കും കൂടുതൽ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് എന്നാണ് നമ്മുടെ ബ്രൂണർ പറയുന്നത്. ഇനി ബ്രൂണറുടെ ആശയ രൂപീകരണത്തിൽ 3 ഘട്ടങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്രൂണറുടെ ആശയ രൂപീകരണം. ബ്രൂണർ ആശയ രൂപീകരണത്തിൽ 3 ഘട്ടങ്ങളാണ് പറയുന്നത്. ആ 3 ഘട്ടങ്ങളാണ്: 1 പ്രവർത്തന ഘട്ടം, 2 ബിംബന ഘട്ടം, 3 പ്രതിരൂപാത്മക ഘട്ടം. ഈ ഘട്ടങ്ങൾ നിങ്ങൾക്കുണ്ടല്ലോ കേട്ടറ്റ് പരീക്ഷയ്ക്കും അതുപോലെ DLED സെമസ്റ്റർ എക്സാമിന് LP UP പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഏത് ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് പരീക്ഷയ്ക്കും ചോദിക്കുന്ന ചോദ്യമാണ് ബ്രൂണറുടെ ആശയ രൂപീകരണ ഘട്ടം. ആദ്യത്തെ ഘട്ടം പറയുന്നത് പ്രവർത്തന ഘട്ടമാണ്. ഈ ഒരു പ്രവർത്തന ഘട്ടം എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള പഠനമാണ് ഈ ഒരു ഘട്ടത്തിൽ നടക്കുന്നത്. കുട്ടികൾ പ്രവർത്തിച്ച് പഠിക്കുന്നു, കുട്ടികൾ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് പഠിക്കുന്നു. കുട്ടികൾക്ക് അറിയാലോ നാക്ക്, ത്വക്ക്, അങ്ങനെ 5 ഇന്ദ്രിയങ്ങളുണ്ട്, പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. ആ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് സെൻസറി ഓർഗൻസ് ഉപയോഗിച്ച് കുട്ടികൾ പഠിക്കുന്ന ഘട്ടമാണ് പ്രവർത്തന ഘട്ടം എന്ന് പറയുന്നത്. ഈ ഒരു ഘട്ടത്തിൽ കുട്ടികൾ മൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് പഠിക്കുന്നത്. എന്താണ് മൂർത്ത വസ്തു? കോൺക്രീറ്റ് ആയിട്ടുള്ള വസ്തുക്കൾ, അതായത് മൂർത്തമായിട്ടുള്ള വസ്തുക്കൾ കുട്ടിക്ക് പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് അനുഭവിക്കാനും തൊടാനും കണ്ടും മണത്തും അതുപോലെ ആ രീതിയിലുള്ള കുട്ടികൾക്ക് പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുള്ള അനുഭവങ്ങൾ കിട്ടുന്നതാണ് മൂർത്തം എന്ന് പറയുന്നത്. അത്തരം മൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനമാണ് പ്രവർത്തന ഘട്ടം എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൽ നോക്കിയാൽ കുട്ടി എന്ത് ചെയ്യാന്നാണ്? ആദ്യം ചെറിയ കുട്ടി ചെയ്യുന്നത് എന്താണ്? ബുക്കൊക്കെ ഉപയോഗിച്ചിട്ട് കളിക്കുന്നു, പ്ലേ വിത്ത് ബുക്കുകളൊക്കെ ഉപയോഗിച്ച് കളിക്കുന്നു. അതാണ് പ്രവർത്തന ഘട്ടം എന്ന് പറയുന്നത്. കുട്ടി ആ ബുക്ക് ഇങ്ങനെ പഠിച്ച് ബുക്കൊക്കെ ഇങ്ങനെ എടുത്ത് ആ ബുക്ക് ഒരു കളി ഉപകരണമായിട്ട് മാറ്റി. ആ ഒരു ഘട്ടമാണ് പ്രവർത്തന ഘട്ടം. രണ്ടാമത്തെ ഘട്ടമാണ് ബിംബന ഘട്ടം. ബിംബന ഘട്ടം എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള അനുഭവത്തിന് പകരം ബിംബങ്ങളാണ് ചിത്രങ്ങളോ അല്ലെങ്കിൽ മോഡലുകൾ, ഗ്രാഫുകൾ തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ച് പഠിക്കുന്നതാണ് ബിംബന ഘട്ടം എന്ന് പറയുന്നത്. ഈ ഒരു ഘട്ടമാണ് ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. കുട്ടി എന്തായി? കുറച്ചുകൂടെ വളർന്നു. കുട്ടി കുറച്ചുകൂടെ വളർന്നാൽ എന്ത് ചെയ്യും? പുസ്തകത്തിലുള്ള ബിംബങ്ങള്, ചിത്രങ്ങള്, രൂപങ്ങളൊക്കെ കുട്ടി നോക്കും. എന്നിട്ട് ആ ബുക്കിലുള്ള ചിത്രങ്ങളൊക്കെ നോക്കിയിട്ട് കുട്ടി അതിലുള്ള ഒരു സൗന്ദര്യം തിരിച്ചറിയും. ആ ഒരു ഘട്ടമാണ് എന്ത്? ബിംബന ഘട്ടം. അതായത് ഒരു മൂർത്ത വസ്തുക്കൾക്ക് പകരം എന്ത് ചെയ്തു? ബിംബങ്ങൾ ഉപയോഗിച്ച് പഠിക്കുന്ന ഒരു ഘട്ടമാണ് ബിംബന ഘട്ടം. അവസാനം പറയുന്നത് പ്രതിരൂപാത്മക ഘട്ടമാണ്. ബ്രൂണറുടെ 3ാമത്തെ ആശയ രൂപീകരണ ഘട്ടം പ്രതിരൂപാത്മക ഘട്ടം. ഈ ഒരു ഭാഗത്ത് അമൂർത്ത ആശയങ്ങൾ, പ്രതീകങ്ങൾ തുടങ്ങിയവ ഉപയോഗിച്ചുള്ള പഠനമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് കുറച്ചൊക്കെ ഉയർന്ന തലത്തിലെത്തിയാൽ എന്തായിരിക്കും? അതിലുള്ള ടെക്സ്റ്റ് നേരിട്ട് വായിച്ച് മനസ്സിലാക്കും. അതായത് ചെറിയ കുട്ടി പുസ്തകം വെച്ച് കളിച്ചു, 2ാമത്തെ ഘട്ടത്തിൽ കുട്ടി ചിത്രങ്ങളെല്ലാം നോക്കി, 3ാമത്തെ ഘട്ടത്തിൽ കുറച്ചുകൂടെ വലുതാവുമ്പോൾ എന്താവും? പുസ്തകങ്ങളും അതിലുള്ള ടെക്സ്റ്റുകളൊക്കെ സ്വയം വായിച്ച് അതിലുള്ള ആശയങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ഘട്ടമാണ് പ്രതിരൂപാത്മക ഘട്ടം എന്ന് പറയുന്നത്. ഈ ഒരു ആശയത്തിൽ അമൂർത്ത ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് സെൻസ് ചെയ്യാൻ കഴിയാത്ത ആശയങ്ങൾ, അതുപോലെ പ്രതീകങ്ങൾ തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ച് പഠിക്കുന്നു. കുട്ടി നേടിയ അറിവിനെ പ്രതീകങ്ങൾ ഉപയോഗിച്ച് കോഡ് ചെയ്യുവാൻ ഈ ഘട്ടത്തിൽ സാധിക്കുന്നു. ഈ ഘട്ടത്തിൽ എന്ത് ചെയ്യും? പഠിച്ച കാര്യങ്ങളെല്ലാം പ്രതീകങ്ങൾ ഉപയോഗിച്ച് കോഡ് ചെയ്യുന്നു. ആ പ്രതീകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ആവാം? അക്ഷരങ്ങളോ അല്ലെങ്കിൽ ചിഹ്നങ്ങളോ എന്തുമാവാം. അങ്ങനെ കോഡ് ചെയ്യുന്ന ഒരു രൂപത്തിൽ നമ്മൾ ഭാഷ എഴുതുകയാണെങ്കിൽ എന്താണ്? അവിടെ നമ്മൾ അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, അതൊരു കോഡിംഗ് ആണ്. അങ്ങനെ ആ രൂപത്തിലേക്ക് മാറുന്ന ഘട്ടമാണ് നമ്മുടെ 3ാമത്തെ ഘട്ടമായിട്ടുള്ള സിംബോളിക് സ്റ്റേജ് അഥവാ പ്രതിരൂപാത്മക ഘട്ടം എന്ന് പറയുന്നത്. ഈ ഘട്ടങ്ങളിലൂടെയാണ് കുട്ടി ആശയ രൂപീകരണം നടക്കുന്നത് എന്നാണ് ബ്രൂണർ പറഞ്ഞിട്ടുള്ളത്. ഇനി ബ്രൂണറുടെ തന്നെ മറ്റൊരു ആശയമാണ് പഠിക്കാനുള്ളത്, ചാക്രികാരോഹണ രീതി. ബ്രൂണർ മുന്നോട്ട് വെച്ചിട്ടുള്ള മറ്റൊരു ആശയമാണ് ചാക്രികാരോഹണ രീതി. ചാക്രികാരോഹണ രീതി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ തുടർച്ചയായിട്ട് വീണ്ടും വീണ്ടും പഠിക്കുന്ന ഒരു രീതിയെയാണ് നമ്മൾ ചാക്രികാരോഹണ രീതി എന്ന് പറഞ്ഞാൽ. പാഠ്യപദ്ധതി ചാക്രികാരോഹണ രീതി അല്ലെങ്കിൽ സർപ്പിള രീതിയും എന്നും ഇതിന് പറയാറുണ്ട്. ചാക്രികാരോഹണ രീതിക്ക് പറയുന്ന മറ്റൊരു പേരാണ് സർപ്പിള രീതി, സ്പൈറൽ മെത്തേഡ്. ഈ 3 പേരിൽ അറിയപ്പെടുന്നു: ചാക്രികാരോഹണ രീതി, സ്പൈറൽ മെത്തേഡ്, സർപ്പിള രീതി. ഈ ഒരു ചാക്രികാരോഹണ രീതിയിലുള്ള ചിട്ടപ്പെടുത്തണമെന്നാണ് ബ്രൂണർ സിദ്ധാന്തിക്കുന്നത്. സ്വാഭാവികമായ ഒരു പഠന രീതിയാണ് ചാക്രികാരോഹണ രീതി എന്നുള്ളത്. നേടിയ അറിവിന്മേൽ, ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക, നേടിയ അറിവിന്മേൽ നിരന്തരം പുതിയ അറിവ് ചേർത്ത് കൂടുതൽ ആഴത്തിലേക്കും വ്യാപ്തിയിലേക്കും പോവുക എന്നതാണ് ഈ ഒരു ചാക്രികാരോഹണ രീതിയിൽ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചിത്രം നോക്കിയാൽ മനസ്സിലാവും.
ചെറിയ കുട്ടികൾ എന്ത് ചെയ്യും? ആദ്യം ജന്തുക്കളെ കുറിച്ച് പഠിക്കും. 1ാം ക്ലാസ്സിലുള്ള കുട്ടികൾ ജന്തുക്കളെ കുറിച്ച് പഠിക്കും. ഒരു 2ാം ക്ലാസ്സിലേക്ക് എത്തിയാൽ അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന തലത്തിലെത്തിയാൽ വിവിധ ജന്തുക്കളെ നിരീക്ഷിക്കാനുള്ള കഴിവുണ്ടാവും. അതുപോലെ പൊതുവായ സവിശേഷതകൾ കണ്ടെത്തുന്നു. അതിനുശേഷം ജന്തുക്കളുടെ ശാരീരിക പ്രത്യേകതകൾ കണ്ടെത്തുന്നു. അതിനുശേഷം ആഹാര സമ്പാദന രീതികൾ തിരിച്ചറിയുന്നു. അവസാനം ശാരീരിക പ്രത്യേകതകളും അനുകൂലനങ്ങളും ആഹാര സമ്പാദന രീതിയും തമ്മിലുള്ള ബന്ധം കണ്ടെത്തുന്നു. ഈ രീതിയിൽ ആദ്യം ജന്തുക്കളെ കുറിച്ച് പഠിക്കുന്നു. അതിന് കുറച്ചുകൂടെ ഉയർന്ന തലത്തിൽ പഠിക്കുന്നു. അതിന്റെ ഉയർന്ന തലത്തിൽ പഠിക്കുന്നു. ഇങ്ങനെ ഒരു പഠന ആശയങ്ങളെ ചെറിയൊരു ഘട്ടത്തിൽ നിന്നും ചെറിയ തലത്തിൽ നിന്നും ഇങ്ങനെ അതിന്റെ കൂടുതൽ ആഴത്തിലേക്കും വ്യാപ്തിയിലേക്കും പോകുന്ന രീതിയാണ് ചാക്രികാരോഹണ രീതി എന്ന് പറയുന്നത്. നമ്മുടെ കേരള പാഠ്യപദ്ധതിയിലൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? ചാക്രികാരോഹണ രീതിയാണ്. 1ാം ക്ലാസ്സിൽ ഒരു കാര്യം പഠിക്കും, അതിന്റെ തുടർച്ചയായിട്ടുള്ള ആശയങ്ങളും അതിന്റെ കുറച്ചുകൂടെ വ്യാപ്തിയുള്ള ആശയങ്ങളും 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അതിന്റെ കുറച്ചുകൂടെ ആശയങ്ങൾ 3ൽ പഠിക്കുന്നു. ആ ഒരു രീതിയാണ് നമ്മുടെ കേരള പാഠ്യപദ്ധതിയിലെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ ഒരു ആശയത്തെ പുതിയ അർത്ഥങ്ങളിലും ഭാവങ്ങളിലും വീണ്ടും കണ്ടുമുട്ടുന്ന രീതിയിലായിരിക്കണം പാഠ്യപദ്ധതി വികസിപ്പിക്കേണ്ടത് എന്ന് ബ്രൂണർ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ആശയത്തെ എന്ത് ചെയ്യണം? വീണ്ടും കണ്ടുമുട്ടുന്ന പാഠ്യപദ്ധതി ആയിരിക്കണം ആവിഷ്കരിക്കേണ്ടത്. അതായിരിക്കും പഠനത്തിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്നാണ് ബ്രൂണർ പറഞ്ഞിട്ടുള്ളത്. അതായത് ചുരുക്കി പറഞ്ഞാൽ നേടിയ അറിവിന്മേൽ നിരന്തരം പുതിയ അറിവുകൾ കൂട്ടിച്ചേർത്ത് കൂടുതൽ ആഴത്തിലേക്കും വ്യാപ്തിയിലേക്കും എത്തിക്കുന്നു. അതുപോലെ പഠിച്ച ആശയങ്ങൾ വീണ്ടും കൂട്ടിമുട്ടുന്ന അല്ലെങ്കിൽ കണ്ടുമുട്ടുന്ന ഒരു രീതി, ഇതാണ് എന്ത്? ചാക്രികാരോഹണ രീതി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ബ്രൂണർ തന്നെ പറയുന്ന മറ്റൊരു ആശയമാണ് കണ്ടെത്തൽ പഠനം. ബ്രൂണറുടെ മറ്റൊരു ആശയമാണ് കണ്ടെത്തൽ പഠനം. ബ്രൂണറുടെ ആശയ രൂപീകരണ ഘട്ടങ്ങൾ നമ്മൾ പഠിച്ചു. പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. അതിനുശേഷം നമ്മൾ ബ്രൂണറുടെ ചാക്രികാരോഹണ രീതി പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നത് ബ്രൂണറുടെ കണ്ടെത്തൽ പഠനം എന്ന് പറയുന്ന രീതിയാണ്. കണ്ടെത്തൽ പഠനം എന്ന് പറഞ്ഞാൽ പഠിതാവ് സ്വയം കണ്ടെത്തൽ രീതിയിലൂടെ പഠിക്കുക എന്നാണ് ബ്രൂണർ അവതരിപ്പിച്ചിരിക്കുന്നത്. അതാണ് കണ്ടെത്തൽ രീതി. അതായത് പഠിതാവ് സ്വയം കണ്ടെത്തി പഠിക്കുക എന്നുള്ള രീതി. ഇതിനായി കുട്ടികൾക്ക് എന്ത് ചെയ്യാം? നിരീക്ഷണം, തരംതിരിക്കൽ, അളക്കൽ, പ്രവചിക്കൽ, വിശദീകരിക്കൽ, നിഗമനത്തിലെത്തൽ തുടങ്ങിയ മാനസിക പ്രക്രിയകൾ ഉപയോഗിച്ച് പഠിക്കാനുള്ള അവസരം അധ്യാപകർ ഒരുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്തരം അവസരങ്ങളെല്ലാം അധ്യാപകർ ഒരുക്കുമ്പോൾ കുട്ടികൾക്ക് എന്ത് ചെയ്യാം? സ്വയം കണ്ടെത്തി പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും. കുട്ടികൾ എന്ത് ചെയ്യുക? നിരീക്ഷിച്ചും തരംതിരിക്കലും അളക്കൽ, പ്രവചിക്കൽ, സ്വയം വിശദീകരിക്കൽ, അതുപോലെ നിഗമനത്തിലെത്തൽ, ഇതൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? സ്വയം കണ്ടെത്തി പഠിക്കും. ഈ ഒരു അവസരങ്ങൾ അധ്യാപകർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഇനി പ്രശ്ന പരിഹരണ രീതിയിലുള്ള പഠനത്തിന് 3 തലങ്ങളുണ്ട്. അതായത് ഈ ഒരു കണ്ടെത്തൽ പഠനം നമ്മൾ പറഞ്ഞു. അതുപോലെ പ്രശ്ന പരിഹരണ രീതിയിലുള്ള പഠനത്തിന് 3 തലങ്ങളാണ് പറയുന്നത്. ഒന്നാണ് പ്രവർത്തനോന്മുഖത സൃഷ്ടിക്കൽ. പ്രവർത്തനോന്മുഖത സൃഷ്ടിക്കൽ എന്ന് പറഞ്ഞാൽ പഠിതാക്കളെ പ്രവർത്തനത്തിന് പ്രചോദിപ്പിക്കുന്നതിനെയാണ് പ്രവർത്തനോന്മുഖത സൃഷ്ടിക്കൽ എന്ന് പറയുന്നത്. പഠിതാക്കൾ എന്ത് ചെയ്യണം? പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് പ്രചോദിപ്പിക്കണം, അവരെ മോട്ടിവേറ്റ് ചെയ്യണം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തേതാണ് പ്രവർത്തന തൽപരത നിലനിർത്തൽ. കുട്ടികൾക്ക് എന്തുണ്ടാവും? ഒരു താല്പര്യം ഉണ്ടാവും. അപ്പൊ ആരംഭിച്ച പ്രവർത്തനത്തിലുള്ള താല്പര്യം കെടാതെ പ്രജ്വലിപ്പിച്ച് നിർത്തലാണ് ഈ ഒരു ഘട്ടം. അതായത് കുട്ടികൾക്ക് എന്തുണ്ടാവും? ഓൾറെഡി ഒരു താല്പര്യം ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും കുട്ടികളുടെ താല്പര്യം ഇങ്ങനെ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ താല്പര്യം കുറഞ്ഞു പോവാതെ ആദ്യമുള്ള രീതിയിൽ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലേക്ക് താല്പര്യത്തെ എത്തിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പ്രശ്ന പരിഹരണ രീതി ഉണ്ടായിരിക്കേണ്ടത്. മൂന്നാമത്തെ എന്നാണ് പറയുന്നത് മാർഗനിർദ്ദേശം. മാർഗനിർദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? ലക്ഷ്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ തിരിച്ചറിവോടെ പ്രവർത്തനത്തിന് ആവശ്യമായ ദിശാബോധം രൂപീകരിക്കലാണ് മാർഗനിർദ്ദേശം. കുട്ടിക്ക് എന്ത് ചെയ്യുക? എന്ത് ലക്ഷ്യത്തിലേക്കാണോ എത്താനുള്ളത്, എന്ത് പ്രശ്ന പരിഹരണമാണോ നടത്താനുള്ളത്, അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക? കുട്ടിക്കൊരു മാർഗനിർദ്ദേശം നൽകുക അഥവാ ഒരു ഗൈഡൻസ് നൽകുക എന്നുള്ളതാണ് മാർഗനിർദ്ദേശം എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിലൂടെ ആയിരിക്കണം പ്രശ്ന പരിഹരണ രീതി അധ്യാപകൻ ക്ലാസ് റൂമിൽ ഒരുക്കേണ്ടത്. കുട്ടികൾക്ക് ആദ്യം എന്ത് ചെയ്യുക? പ്രവർത്തനോന്മുഖത സൃഷ്ടിക്കുക, അതുപോലെ പിന്നെ പ്രവർത്തന തൽപരത നിലനിർത്തുക, അതിനുശേഷം മാർഗനിർദ്ദേശം നൽകുക. ഈ രീതിയിലായിരിക്കണം കണ്ടെത്തൽ പഠനത്തിൽ അധ്യാപകൻ ക്ലാസ് റൂമിൽ കുട്ടികൾക്ക് വേണ്ടി ചെയ്യേണ്ട രീതി എന്നുള്ളത്. ഇനി ബ്രൂണറുടെ തന്നെ മറ്റൊരു ആശയമാണ് ആശയദാന മാതൃക. ആശയദാന മാതൃക എന്ന് പറയുന്നത് ബ്രൂണർ മുന്നോട്ട് വെച്ചിട്ടുള്ള മറ്റൊരു ആശയമാണ്. കണ്ടെത്തൽ പഠന രീതിയിൽ അധിഷ്ഠിതമായതാണ് ആശയദാന മാതൃക എന്നുള്ളത്. അതായത് കണ്ടെത്തൽ പഠനം എന്ന് നമ്മൾ പഠിച്ചു, കുട്ടികൾ സ്വയം കണ്ടെത്തി പഠിക്കുക. അതിന് അധിഷ്ഠിതമായിട്ടുള്ള ഒരു പഠന രീതി തന്നെയാണ് എന്ത്? നമ്മുടെ കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ അഥവാ ആശയദാന മാതൃക എന്നുള്ളത്. ഒരേ വർഗത്തിൽപ്പെട്ടവയെ മറ്റുള്ളവയിൽ നിന്നും വേർതിരിക്കാനുള്ള ഗുണസവിശേഷതകൾ കണ്ടെത്താനുള്ള അന്വേഷണത്തിലൂടെയാണ് ആശയദാനം നടക്കുന്നത്. ഗുണവിശേഷതകളുടെ സജാതി വൈജാത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ ആശയത്തെയും സംബന്ധിച്ച വ്യക്തമായ ധാരണ രൂപീകരിക്കാൻ പഠിതാവിന് കഴിയണം. ഒരേ വർഗത്തിൽ പെടുത്താൻ കഴിയുന്ന പൊരുത്തമുള്ള ഉദാഹരണങ്ങളെ ഉൾപ്പെടുത്താനാവാത്ത വിരുദ്ധ സ്വഭാവമുള്ള ഉദാഹരണങ്ങളും പ്രയോഗിച്ചുകൊണ്ട് ആശയദാനം നടത്തുന്നു. അതായത് ഒരേ കാര്യങ്ങൾ ഉള്ളത് എന്ത് ചെയ്യുക? വ്യത്യസ്ത രീതിയിലാക്കുക. ഒരു പൊരുത്തമുള്ളവയും വിരുദ്ധമായവയും ആവശ്യാനുസരണം ഉപയോഗിക്കുക. അതുപോലെ സജാതി വൈജാത്യങ്ങൾ അഥവാ
ഒരുപോലെയുള്ളതും വ്യത്യസ്തമായിട്ടുള്ളതും, അതായത് എന്താണ്, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ്, ഒരുപോലെയുള്ള കൂട്ടങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള കൂട്ടങ്ങൾ, അവയൊക്കെ തിരിച്ചറിയുക, അവയെക്കുറിച്ച് ധാരണ ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ അതൊക്കെയാണ് എന്ത് ആശയദാന മാതൃകയിൽ ഉൾപ്പെടുന്നത്. തന്റെ ചുറ്റുപാടുള്ള വസ്തുക്കളെയും ജന്തുക്കളെയും സസ്യങ്ങളെയും ക്രമമായി വേർതിരിക്കുന്നതിനും ഓരോ ആശയത്തിനകത്തും ഉപാശയങ്ങൾ ഉൾപ്പെടുത്തുന്നതും ഇത്തരത്തിലാണ്. നിരീക്ഷണം, താരതമ്യം, തരംതിരിക്കൽ, നിഗമനത്തിലെത്തൽ എന്നീ ഘട്ടങ്ങൾ ആശയദാന പ്രക്രിയക്കുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. ആശയദാന മാതൃകയുടെ ഘട്ടങ്ങളാണ് നിരീക്ഷണം, താരതമ്യം, തരംതിരിക്കൽ, നിഗമനം. അപ്പൊ ഈ ഒരു ആശയദാന മാതൃക എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ്, വ്യത്യാസമുള്ളവയും ഒരുപോലെയുള്ളവയും അഥവാ പൊരുത്തമുള്ളവയും വിരുദ്ധമായവയും എന്ത് ചെയ്യുക, ആവശ്യാനുസരണം ഉപയോഗിക്കുകയും അവയെ പ്രത്യേകിച്ച് താരതമ്യം തരംതിരിക്കലൊക്കെ ചെയ്ത് ഒരു നിഗമനത്തിലെത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ആശയദാന മാതൃക എന്ന് നമുക്ക് ലളിതമായിട്ട് മനസ്സിലാക്കാം. വിവരങ്ങളെ വിശകലനം ചെയ്യുന്നതിനും നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതും ഈ ഒരു തരംതിരിക്കൽ അല്ലെങ്കിൽ വർഗീകരിക്കൽ എന്ന പ്രക്രിയയിലൂടെയാണ്. എന്ത് പഠിച്ചാലും അത് സംപ്രത്യ തലത്തിൽ അഥവാ കൺസെപ്റ്റ് ലെവലിൽ പഠിക്കണം. അഥവാ എന്ത് കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിലും അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട്, അതാണ് സംപ്രത്യ തലം എന്ന് പറയുന്നത്. മീനിങ് ആയിട്ട് പഠിക്കുക. എന്ത് കാര്യം പഠിക്കട്ടെ അതെന്ത് ചെയ്യുക, അർത്ഥതലം മനസ്സിലാക്കിക്കൊണ്ട് അഥവാ മീനിങ് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കണം. അതാണ് എന്ത് പൊതു സ്വീകാര്യമായിട്ടുള്ള ഒരു അഭിപ്രായം എന്നാണ് ബ്രൂണർ പറയുന്നത്. അപ്പൊ എന്ത് പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിക്കൊണ്ട് ആശയം അറിഞ്ഞുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക. അർത്ഥബോധത്തോടു കൂടി പഠിച്ച് അത് സ്വാംശീകരിക്കുമ്പോഴാണ് അഥവാ പഠിച്ചത് പ്രയോഗിക്കുമ്പോഴാണ് പഠനം സംപ്രത്യാഗതമാകുന്നത് എന്നാണ് ബ്രൂണർ പറഞ്ഞത്. അപ്പൊ നമ്മൾ പഠിച്ചത് എന്ത് ചെയ്യുക, ജീവിതത്തിൽ പ്രയോഗിക്കുകയും വേണം. എന്നാൽ മാത്രമേ നമ്മളെ പഠനം കൊണ്ട് എന്തുള്ളൂ, ഒരു അർത്ഥമുള്ളൂ എന്നാണ് ബ്രൂണർ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബ്രൂണറുടെ പഠനത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് പിയാഷെയുടെ പഠന സിദ്ധാന്തങ്ങളെ കുറിച്ചാണ്. പിയാഷെ എന്ന് പറയുമ്പോൾ ഒരു ജ്ഞാനനിർമ്മിതിവാദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സൈക്കോളജിസ്റ്റ് ആണ് പിയാഷെ എന്ന് പറയുന്നത്. അപ്പൊ പിയാഷെയുടെ പഠന സങ്കല്പങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പുതിയ അനുഭവങ്ങൾ അഥവാ വൈജ്ഞാനിക ഘടനയിൽ സൃഷ്ടിക്കുന്ന അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ 2 മാർഗങ്ങളാണ് പൊതുവെ സ്വീകരിക്കാറുള്ളത് എന്ന് പിയാഷെ അഭിപ്രായപ്പെടുന്നു. അതായത് വൈജ്ഞാനിക ഘടനയിൽ സൃഷ്ടിക്കുന്ന അസന്തുലിതാവസ്ഥ, ഒരു വൈജ്ഞാനിക ഘടനയിൽ ഒരു ഇക്വിലിബ്രിയം നഷ്ടപ്പെടും. അപ്പോൾ അതായത് അതിന്റെ ഒരു ബാലൻസ് നഷ്ടപ്പെടും. ആ ബാലൻസ് നഷ്ടപ്പെടുമ്പോൾ ആ ഒരു ബാലൻസിലേക്ക് തിരികെ എത്തിക്കാൻ 2 മാർഗങ്ങളാണ് പിയാഷെ അഭിപ്രായപ്പെടുന്നത്. അഥവാ പുതിയ അനുഭവങ്ങൾ വൈജ്ഞാനിക ഘടനയിൽ സൃഷ്ടിക്കുന്ന ഒരു അസന്തുലിതാവസ്ഥയുണ്ട്. ആ അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ 2 മാർഗങ്ങൾ പിയാഷെ പറയുന്നു. അതാണ് സ്വാംശീകരണവും സംസ്ഥാപനവും. അപ്പൊ എന്താണ് സ്വാംശീകരണം, എന്താണ് സംസ്ഥാപനം എന്നൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിനു മുൻപ് ഞാൻ എന്ത് ചെയ്യാ, ഒരു ചെറിയ കഥ പറയാം. ഒരു ചെറിയ കഥ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കഥ തന്നെയാണ്. ഒരു ചെറിയ കുട്ടി ആദ്യമായിട്ട് ഒരു മണ്ണുമാന്തിയന്ത്രം കാണും. ഒരു മണ്ണുമാന്തിയന്ത്രം കാണുമ്പോൾ കുട്ടി പറയും, അച്ഛാ അങ്ങോട്ട് നോക്കൂ, ഒരു ആനവണ്ടി അവിടെ നിൽക്കുന്നു എന്ന് പറയും. അച്ഛാ അവിടെ നോക്കൂ, ഒരു ആനവണ്ടി എന്ന് പറയും. മണ്ണുമാന്തിയന്ത്രത്തെ നോക്കിയിട്ട് പറയും. അതായത് JCB എന്നൊക്കെ പറയും നമ്മുടെ നാട്ടില്. അപ്പൊ JCBയെ നോക്കിക്കൊണ്ട് കുട്ടി പറയുന്നു, അച്ഛാ മണ്ണുമാന്തിയന്ത്രത്തെ കുട്ടി പറയാണ്, കുട്ടി ആനവണ്ടി എന്ന്. അപ്പൊ ആനവണ്ടിയാണ് കുട്ടിയുടെ അറിവിൽ ആന എന്താണെന്ന് കുട്ടിക്കാരം. ആനക്ക് ഒരു തുമ്പിക്കൈ ഉണ്ട്. അതുപോലെ ആ ഒരു മണ്ണുമാന്തിയന്ത്രത്തിന് എന്തുണ്ട്, ഒരു മുന്നിലേക്ക് ഒരു കൈ പോലെ ഉണ്ട് മണ്ണ് മാന്താൻ. അപ്പൊ കുട്ടി പറയും ആനവണ്ടി എന്നാണ് പറയും. അപ്പൊ അച്ഛൻ പറയും എന്ത്, അത് മണ്ണുമാന്തിയന്ത്രാണെന്ന് അച്ഛൻ പറഞ്ഞു കൊടുക്കും. ഇനി ഈ ഒരു ആശയം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് സ്വാംശീകരണം, എന്താണ് സംസ്ഥാപനം എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് എന്താണ് സ്വാംശീകരണം എന്നുള്ളതാണ്. നിലവിലുള്ള അറിവ് ഉപയോഗിച്ച് പുതിയ അനുഭവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് സ്വാംശീകരണം. അപ്പോൾ ഈ ഒരു കഥയിലൂടെ നമുക്ക് ഇത് ഉദാഹരണം പറയാം. കുട്ടി എന്ത് പറഞ്ഞു, അതൊരു ആനവണ്ടിയാണ് എന്ന് പറഞ്ഞു. കുട്ടിക്ക് ആനയെ പരിചയമുണ്ട്. അപ്പൊ കുട്ടിക്ക് നിലവിലുള്ള അറിവ് എന്ന് പറയുന്നത് ആനയാണ്. അപ്പൊ ആ ഒരു ആന വെച്ചുകൊണ്ട് ആ ഒരു മണ്ണുമാന്തി യന്ത്രത്തെ കുട്ടി മനസ്സിലാക്കി അതൊരു ആനവണ്ടിയാണ് എന്നുള്ളത്. അതാണ് എന്ത്, സ്വാംശീകരണം. അഥവാ നിലവിലുള്ള അറിവ് ഉപയോഗിച്ച് പുതിയ അനുഭവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് സ്വാംശീകരണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ നിലവിലുള്ള വൈജ്ഞാനിക ഘടനയിൽ പുതിയ വൈജ്ഞാനികാംശം കൂടി വരുന്നതിനെയാണ് സ്വാംശീകരണം എന്ന് പറയാം. നിലവിലുള്ള വൈജ്ഞാനിക ഘടനയിലേക്ക് പുതിയ വൈജ്ഞാനിക അംശം വരുന്നതാണ് സ്വാംശീകരണം എന്ന് പറയാം. അതായത് വൈജ്ഞാനിക അംശത്തെ പറയുന്നതാണ് സ്കീമ എന്താണെന്ന് പറയുന്നുണ്ട്. സ്കീമ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ നിലവിലുള്ള വൈജ്ഞാനിക അംശമാണ് സ്കീമ. അപ്പൊ കുട്ടിക്ക് എന്താണ് നിലവിലുള്ളത്, കുട്ടിക്ക് ആനയെ അറിയാം. അപ്പൊ കുട്ടിയുടെ സ്കീം എന്ന് പറയുന്നത് ആനയാണ്. ആ ആന ഉപയോഗിച്ചുകൊണ്ട് കുട്ടി എന്ന് പറഞ്ഞു, ഇതൊരു ആനവണ്ടിയാണ് എന്ന് പറഞ്ഞു. മണ്ണുമാന്തിയന്ത്രത്തെ നോക്കി. അപ്പൊ ആനവണ്ടി എന്ന് പറഞ്ഞപ്പോൾ അത് സ്വാംശീകരണമാണ്. ഇനി പറയുന്നത് സംസ്ഥാപനമാണ്. സംസ്ഥാപനം എന്ന് പറഞ്ഞാൽ പുതിയ അനുഭവത്തെ ഉൾക്കൊള്ളാനും വിധം നിലവിലെ വൈജ്ഞാനിക ഘടന പുനഃക്രമീകരിക്കപ്പെടുന്നു. അതാണ് എന്ത്, വൈജ്ഞാനിക ഘടനയുടെ വിപുലീകരണം അല്ലെങ്കിൽ സംസ്ഥാപനം എന്ന് പറയുന്നത്.
ഉദാഹരണമായിട്ട് കുട്ടി എന്ത് ചെയ്തു, പുതിയ അനുഭവത്തെ ഉൾക്കൊള്ളുന്നു. അച്ഛൻ പറഞ്ഞു കൊടുത്തു ഇത് ആനവണ്ടിയല്ല, ഇത് മണ്ണുമാന്തി യന്ത്രമാണെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ കുട്ടി തിരിച്ചറിഞ്ഞു ഇത് ആനവണ്ടിയല്ല, ഇത് മണ്ണുമാന്തി യന്ത്രമാണെന്ന് കുട്ടി തിരിച്ചറിഞ്ഞു. പുതിയ അനുഭവത്തെ കുട്ടി ഉൾക്കൊണ്ടു. വിധം നിലവിലെ വൈജ്ഞാനിക ഘടന പുനഃക്രമീകരിക്കപ്പെടുകയും ചെയ്തു. കുട്ടി എന്ത് തിരിച്ചറിഞ്ഞു, ഇത് ആനവണ്ടിയല്ല മണ്ണുമാന്തി യന്ത്രമാണെന്ന് കുട്ടി തിരിച്ചറിഞ്ഞു. അപ്പൊ അങ്ങനെ കുട്ടിക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നതിനെയാണ് എന്ത് പറയുന്നത്, സംസ്ഥാപനം എന്ന് പറയുന്നത്. അഥവാ പുതിയ അനുഭവത്തെ ഉൾക്കൊള്ളാനും വിധം നിലവിലെ വൈജ്ഞാനിക ഘടന പുനഃക്രമീകരിക്കപ്പെടുന്നതിനെയാണ് സംസ്ഥാപനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് പിയാഷെയുടെ പഠന സങ്കല്പങ്ങളാണ്. നമ്മളിപ്പോ വൈജ്ഞാനിക വികാസത്തിൽ ബ്രൂണർ പഠിച്ചു, പിയാഷെ പഠിച്ചു. ഇനി പിയാഷെയുടെ പഠന സങ്കല്പങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. പിയാഷെ പറയുന്നത് കുട്ടി എന്ന് പറയുന്നത് ഒരു ഒഴിഞ്ഞ പാത്രമല്ല, അവനിൽ ധാരാളം മുന്നറിവുകൾ ഉണ്ട് എന്നാണ് പിയാഷെ പറയുന്നത്. കുട്ടി ഒഴിഞ്ഞ പാത്രമല്ല, അവനിൽ ധാരാളം മുന്നറിവുകൾ ഉണ്ട്. അതുപോലെ തന്നെ പഠനം ഇച്ഛാപൂർവം നടക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. പഠനം എന്ന് പറയുന്നത് ഇച്ഛാപൂർവം, സ്വന്തം ഇഷ്ടത്താൽ, അതാണ് ഇച്ഛാപൂർവം, സ്വന്തം ഇഷ്ടത്താൽ നടക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ് പഠനം എന്നാണ് പിയാഷെ പറയുന്നത്. അതുപോലെ തന്നെ നിലവിലുള്ള വൈജ്ഞാനിക ഘടനയുമായി സമരസപ്പെടാത്ത ഏതു വിജ്ഞാന ഘടകവും നിരർത്ഥമായി അനുഭവപ്പെടും. അതായത് നിലവിലൊരു അറിവുണ്ടായിരിക്കുമെങ്കിൽ, ഒരു വിജ്ഞാനം ഉണ്ടായിരിക്കുമെങ്കിൽ അത് സമരസപ്പെടാത്ത ഏത് വിജ്ഞാന ഘടകവും നിരർത്ഥമായിരിക്കും. അപ്പൊ സമരസപ്പെട്ടിട്ടില്ലെങ്കിൽ അതെന്താണ്, അർത്ഥശൂന്യമാണ്. അതുകൊണ്ട് ഒരു ഉപയോഗമില്ല, ഒരു അർത്ഥമില്ലാത്ത കാര്യമാണ്. അപ്പൊ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ വൈജ്ഞാനിക വികാസം നടക്കുന്നത് അനുരൂപീകരണം, സംയോജനം എന്നീ പ്രക്രിയകൾ വഴിയാണ്. വൈജ്ഞാനിക വികാസം, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നടക്കുന്നത് ഏതൊക്കെ വഴിയാണ്, അനുരൂപീകരണവും അതുപോലെ സംയോജനം, സമായോജനം എന്നീ പ്രക്രിയ വഴികളാണ് പിയാഷെ പറയുന്നത് വൈജ്ഞാനിക വികാസം നടക്കുന്നത് എന്നാണ്. ഇനി അടുത്തത് വിജ്ഞാനം ആർജിക്കുകയല്ല നിർമ്മിക്കുകയാണ് എന്നാണ് പിയാഷെ പറയുന്നത്. അഥവാ നമ്മളെ ഒരു കൺസെപ്റ്റിന്റെ പേര് തന്നെ എന്താണ്, ജ്ഞാന നിർമ്മിതിവാദം എന്നാണ്. അപ്പൊ ജ്ഞാനത്തെ നിർമ്മിക്കുകയാണ്, ജ്ഞാനെന്തല്ല ആർജിക്കുകയല്ല ചെയ്യുന്നത്, കുട്ടി സ്വയം അറിവ് നിർമ്മിക്കുകയാണ്. കുട്ടി സ്വയം അറിവ് നിർമ്മിക്കുകയാണ്, തന്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കുട്ടി സ്വയം അറിവ് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പിയാഷെ പറയുന്നത്. അതുപോലെ ബോധനം എന്നത് പഠിതാവിനെ തന്നെ ലക്ഷ്യമാക്കിയുള്ളതും പഠിതാവിനാൽ നിയന്ത്രിതവുമായ പ്രക്രിയയാണ് എന്നാണ് പിയാഷെ പറയുന്നത്. അഥവാ ബോധനം, ടീച്ചിങ് എന്നത് എന്താണ്, സ്റ്റുഡന്റിനെ ലക്ഷ്യമാക്കിക്കൊണ്ടായിരിക്കണം. അല്ലാതെ അധ്യാപകന് പോഷൻ തീർക്കുക, ശമ്പളം വാങ്ങുക എന്നുള്ളതിനല്ല ടീച്ചിങ്. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലേണർ സെന്റേർഡ് ആയിട്ട് പഠിതാവ് കേന്ദ്രീകൃതമായിട്ടുള്ള ഒന്നാണ്. അതുപോലെ പഠിതാവിനാൽ നിയന്ത്രിതമായ പ്രക്രിയയാണ്. പഠിതാവാണ് എന്ത്, പഠനത്തെ നിയന്ത്രിക്കേണ്ടത്. പഠിതാവിന് കംഫർട്ട് ആയിട്ടുള്ള രീതിയിൽ, പഠിതാവിന് അനുകൂലമായിട്ടുള്ള രീതിയിലായിരിക്കണം പഠനാന്തരീക്ഷം ഉണ്ടാവേണ്ടത് എന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഭാഷ എന്ന മാധ്യമത്തിൽ പഠനത്തിന് സുപ്രധാന സ്ഥാനമുണ്ട്. നമ്മുടെ പ്രാഥമിക ക്ലാസ്സുകളിലെല്ലാം ഭാഷ ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ പഠന ബോധന പ്രക്രിയയിൽ ഉപയോഗിക്കേണ്ടത് മാതൃഭാഷയായിരിക്കണം. അത് ഒരു പ്രധാന ഘടകമാണ്. കാരണം കുട്ടികൾക്ക് അനുഭവമുള്ള കാര്യങ്ങളിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പൊ കുട്ടികൾക്ക് അനുഭവം ഉള്ളത് എന്താണ്, കുട്ടിക്ക് സ്വാഭാവികമായിട്ടും അറിയുന്ന ഭാഷ എന്ന് പറയുന്നത് മാതൃഭാഷയായിരിക്കും. അപ്പൊ മാതൃഭാഷയുടെ പ്രാധാന്യം എന്നുള്ളത് നമ്മുടെ പിയാഷെയുടെ ഒരു പ്രധാന ഘടകമാണ്. ഇനി പഠനം എന്ന് പറയുന്നത് സാമൂഹികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ്. സാമൂഹികമായിട്ടാണ് പഠനം നടക്കുന്നത്. വിജ്ഞാനം എന്നത് എല്ലാ ഇന്ദ്രിയങ്ങളുടെയും പ്രവർത്തനത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്നതാണ്. വിജ്ഞാനം സന്ദർഭാധിഷ്ഠിതമാണ്. ഓരോ സന്ദർഭത്തിലും അനുസരിച്ച്, ആ ഒരു സന്ദർഭത്തിനനുസരിച്ചായിരിക്കും വിജ്ഞാനം ആർജിക്കുന്നത്. അഭിപ്രേരണ അഥവാ മോട്ടിവേഷൻ പഠനത്തെ ഏറ്റവും ശക്തമായി സ്വാധീനിക്കുന്ന ഘടകമാണ്. അപ്പൊ എന്ത് ചെയ്യണം, അധ്യാപകർ നിരന്തരം കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യിക്കേണ്ടതായിട്ടുണ്ട്. മുൻകൂട്ടി ചിട്ടപ്പെടുത്തിയ പാഠ്യപദ്ധതികളും ലക്ഷ്യങ്ങളും പഠനത്തെ പരിമിതപ്പെടുത്തുന്നു. അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. കാരണം എന്താ, ഒരു പാഠ്യപദ്ധതി തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ കുട്ടിക്ക് എന്തില്ല, സ്വന്തമായിട്ട് കുട്ടിക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കില്ല. ആ ഒരു സ്ട്രക്ചറിൽ എങ്ങനെ പോവേണ്ടി വരും, ആ സ്ട്രക്ചറിലായിരിക്കും ക്ലാസ് റൂം ഉണ്ടായിരിക്കുക. അതേസമയം മുൻകൂട്ടി തയ്യാറാക്കാത്തൊരു പാഠ്യപദ്ധതി ഉണ്ടെങ്കിൽ എന്തുണ്ടാവും, കുട്ടികളുടെ സ്വാഭാവിക അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് പിയാഷെ അഭിപ്രായപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പിയാഷെയുടെ പഠന സിദ്ധാന്തങ്ങളുടെ അല്ലെങ്കിൽ പിയാഷെയുടെ പഠന സങ്കല്പങ്ങളുടെ പ്രാധാന്യം എന്നുള്ളതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ള ടോപ്പിക്കാണ് വൈഗോട്സ്കിയുടെ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം അഥവാ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ആ ഒരു ഭാഗത്തേക്ക് കടക്കുന്നതിന് മുൻപ് DLED കേരള ആരംഭിച്ചിട്ടുള്ള കാഡറ്റ് കോച്ചിങ് പരിചയപ്പെടുത്തുകയാണ്. വളരെ കുറഞ്ഞ ഫീസിൽ ലൈവായിട്ടും റെക്കോർഡായിട്ടും ക്ലാസ്സുകൾ ലഭിക്കുന്ന കാഡറ്റ് കോച്ചിങ് ആണ് DLED കേരള ഒരുക്കുന്നത്. ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക, നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പിക്കുക. രണ്ടാം സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥികൾക്കും കാഡറ്റ് പരീക്ഷ എഴുതാനുള്ള യോഗ്യത ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സെമസ്റ്റർ എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്താം, കാഡറ്റ് പരീക്ഷ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിയാൽ, നല്ല രീതിയിൽ ചിട്ടയായ ഒരു പഠനം തുടങ്ങിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാഡറ്റ് പരീക്ഷ നിങ്ങൾക്ക് നിങ്ങളുടെ DLED പഠനം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ കാഡറ്റ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ DLED കേരളയുടെ നമ്പറിൽ ബന്ധപ്പെടുക.
ഇനി പറയുന്നത് വൈഗോട്സ്കി മുന്നോട്ട് വെച്ചിട്ടുള്ള സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തെ കുറിച്ചാണ്. സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം അഥവാ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. വൈഗോട്സ്കിയാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വൈഗോട്സ്കി പറയുന്നത് പഠനം പ്രധാനമായും ഒരു സാമൂഹിക പ്രക്രിയ എന്ന ആശയത്തെ ആധാരമാക്കി രൂപപ്പെട്ട ഒരു പഠന സിദ്ധാന്തമാണ് സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം. പഠനം എന്ന് പറയുന്നത് സജീവ സാമൂഹിക സാംസ്കാരിക പ്രക്രിയയാണ് എന്നാണ് വൈഗോട്സ്കി പറയുന്നത്. വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ അടിത്തറയിൽ രൂപപ്പെട്ട ചിന്താധാരയാണ് സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം എന്നുള്ളത്. പഠനം എന്നത് ഒരു സജീവ സാമൂഹിക സാംസ്കാരിക പ്രക്രിയയായിട്ടാണ് വൈഗോട്സ്കി വിശദീകരിക്കുന്നത്. കുട്ടി അറിവിന്റെ നിർമ്മാതാവാണ് എന്ന പിയാഷെയുടെ അഭിപ്രായത്തോട് യോജിക്കുമ്പോൾ തന്നെ പഠനം എന്നത് കേവലം വ്യക്തിപരവും ജീവശാസ്ത്രപരവുമായ പ്രക്രിയയാണ് എന്ന വാദത്തെ നിരാകരിക്കുകയും സാമൂഹികവും സാംസ്കാരികവുമായ ഇടപെടലുകൾക്ക് പഠന പ്രക്രിയയിൽ നിർണായകമായ സ്ഥാനമാണുള്ളത് എന്നും വൈഗോട്സ്കി അഭിപ്രായപ്പെട്ടു. അപ്പോൾ സാമൂഹികമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള ഘടകങ്ങൾ പഠനത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് വൈഗോട്സ്കി പറഞ്ഞിട്ടുള്ളത്. ഈ വൈഗോട്സ്കിയുടെ ആശയങ്ങളെല്ലാം അദ്ദേഹം വിശദീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ സോഷ്യൽ കൾച്ചറൽ ലേണിംഗ് തിയറി എന്ന ഒരു സിദ്ധാന്തത്തിലൂടെയാണ് അദ്ദേഹം ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പഠനം എന്ന് പറയുന്നത് സജീവ സാമൂഹ്യ സാംസ്കാരിക പ്രക്രിയയാണെന്നാണ് വൈഗോട്സ്കി പറയുന്നത്. നമുക്കറിയാം മനുഷ്യൻ എന്ന് പറയുന്നത് സാമൂഹ്യ ജീവിയാണ്. മനുഷ്യൻ നിരന്തരം കുടുംബം, വിദ്യാലയം, സാംസ്കാരിക സ്ഥാപനങ്ങൾ എന്നിങ്ങനെ ഒരു വ്യക്തി നിരന്തരം ഒരുപാട് സാമൂഹിക സ്ഥാപനങ്ങളുമായിട്ട് ഇടപഴകാറുണ്ട്. അപ്പൊ ഇത്തരം സാമൂഹിക സ്ഥാപനങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ കുട്ടിക്ക് എന്തുണ്ടാവും? ഒരുപാട് സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾ കുട്ടിയിൽ വികസിച്ചെടുക്കുന്നുണ്ട്. കുട്ടി സ്വയം വികസിച്ചെടുക്കുന്നുണ്ട്. ഇതാണ് വൈഗോട്സ്കി പറയുന്നത്. അതുപോലെ തന്നെ വ്യക്തി സമൂഹത്തെയും സമൂഹം വ്യക്തിയെയും സൃഷ്ടിക്കുകയും പുനഃസൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. വ്യക്തിയും സമൂഹവും സമൂഹവും വ്യക്തിയും തമ്മിൽ എന്തുണ്ട്? പരസ്പരം ബന്ധമുണ്ട്. വ്യക്തികൾ ചേർന്നാൽ സമൂഹം ഉണ്ടാവും. ആ സമൂഹമാണ് ഒരു വ്യക്തിയെ നല്ല വ്യക്തിത്വമായിട്ട് രൂപപ്പെടുത്തിയെടുക്കുന്നത് എന്നാണ് വൈഗോട്സ്കി പറയുന്നത്. അതുപോലെ തന്നെ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം പഠന പ്രക്രിയയുടെ സാമൂഹികത കുട്ടിയെയും സ്വാധീനിക്കുന്നുണ്ട്. കുട്ടി സമൂഹവുമായി ജനനം മുതൽ തന്നെ സംവദിച്ചു തുടങ്ങുന്നു. ഇത്തരം സാമൂഹിക ബന്ധങ്ങൾ കുട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അന്തർധാരയായി വർത്തിക്കുന്നുണ്ട്. എല്ലാത്തരം മനോവ്യാപാരങ്ങളും അഥവാ ശ്രദ്ധ, യുക്തിചിന്ത, പ്രശ്നപരിഹരണം തുടങ്ങിയവയെല്ലാം സാമൂഹികവും സാംസ്കാരികവുമായ ഇടപെടലിലൂടെ കുട്ടിയിൽ വികസിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വൈഗോട്സ്കിയുടെ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തിൽ പഠിക്കാനുള്ളത്. ഇനി വൈഗോട്സ്കി മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാന ആശയം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സമീപസ്ഥ വികാസ മണ്ഡലം എന്നുള്ളത് അഥവാ ZPD. ZPD എന്ന് പറയുന്ന ആശയം സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് അഥവാ സമീപസ്ഥ വികാസ മണ്ഡലം. ഈ ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത് വൈഗോട്സ്കിയാണ്. ഈ ഒരു ആശയത്തിൽ വൈഗോട്സ്കി പറയുന്നത് കുട്ടിക്ക് എന്തുണ്ടാവും? സ്വാഭാവികമായിട്ടും കുട്ടിക്ക് എന്തുണ്ടാവും? ഒരു പഠന നേട്ടം ഉണ്ടാവും. കുട്ടിക്ക് എന്തുണ്ടാവും? നിലവിലൊരു പഠന നേട്ടം ഉണ്ടാവും. അതുപോലെ ആ ഒരു പഠന നേട്ടത്തെ കുട്ടിക്ക് മെച്ചപ്പെടുത്താൻ കഴിയും. എങ്ങനെ? ഒരു അധ്യാപകന്റെയോ ഒരു സഹപഠിതാവിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു എക്സ്റ്റേണൽ ആയിട്ട് മറ്റൊരു ഘടകത്തിന്റെയോ സ്വാധീനത്തിൽ കുട്ടിക്ക് ഒരു പരമാവധി ലെവലിൽ എത്തിച്ചേരാൻ കഴിയും. ഉദാഹരണമായിട്ട് സിമ്പിൾ ആക്കി പറഞ്ഞാൽ കുട്ടിക്ക് നിലവിലുള്ള മാർക്ക് 20 മാർക്കാണ്. എത്ര പരീക്ഷ ചെയ്താലും കുട്ടിക്ക് 20 മാർക്കുള്ളൂ. പക്ഷെ ഒരു അധ്യാപകൻ എന്ത് ചെയ്യുക? ആ കുട്ടിക്ക് കുറച്ച് സപ്പോർട്ട് കൊടുക്കുക, കുട്ടിക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഒരു കൈത്താങ്ങ് നൽകുക. അങ്ങനെയൊക്കെ ചെയ്താൽ എന്ത് ചെയ്യും? ആ കുട്ടിക്ക് എന്ത് ചെയ്യാം? ഒരു 50 മാർക്കിൽ വരെ എത്തിച്ചേരാൻ കഴിയും. അങ്ങനെ എന്തുണ്ടെങ്കിൽ ആ ഒരു കുട്ടിയുടെ നിലവിലുള്ള നില എന്ന് പറയുന്നത് 20 ആണ്. കുട്ടിക്ക് പരമാവധി എത്തിച്ചേരാൻ കഴിയുള്ള നില എന്നുള്ളത് 50 ആണ്. അപ്പൊ ആ ഒരു 20ഉം 50ഉം തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അതിനെയാണ് ZPD എന്ന് പറയുന്നത് അഥവാ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ആക്കി പറഞ്ഞാൽ കുട്ടിയുടെ നിലവിലുള്ള നിലയും കുട്ടിക്ക് പരമാവധി എത്തിച്ചേരാൻ തമ്മിലുള്ള നിലയും തമ്മിലുള്ള അന്തരം, വ്യത്യാസത്തെയാണ് ZPD അഥവാ സമീപസ്ഥ വികാസ മണ്ഡലം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സമീപസ്ഥ വികാസ മണ്ഡലം അഥവാ ZPD ഇവയെ നമുക്ക് എങ്ങനെ കുറക്കാം? അധ്യാപകൻ എന്ത് ചെയ്യാം? സ്കഫോൾഡ് കൊടുക്കുക, കൈത്താങ് കൊടുക്കുക. അങ്ങനെ കൈത്താങ് കൊടുക്കുന്നതോട് കൂടി എന്ത് ചെയ്യാം? കുട്ടിക്ക് പരമാവധി നിലയിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. നിലവിലുള്ള നിലയേക്കാൾ അധ്യാപകന്റെ ഒരു കൈത്താങ്, ആ ഒരു കൈത്താങ്ങിനാണ് സ്കഫോൾഡിങ് എന്ന് പറയുന്നത്. അതാണ് സ്കഫോൾഡിങ്. അപ്പൊ അധ്യാപകൻ നൽകുന്ന കൈത്താങ് കുട്ടിക്ക് കൊടുത്താൽ കുട്ടിക്ക് എന്ത് ചെയ്യാം? പരമാവധി ഒരു നിലയിൽ എത്തിച്ചേരാൻ സാധിക്കും. കുട്ടിയുടെ നിലവിലുള്ള നിലയും കുട്ടിക്ക് പരമാവധി എത്തിച്ചേരാൻ കഴിയുന്ന നിലയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ZPD എന്ന് പറയുന്നത്. ആ ഒരു ഡിഫറൻസ് ഇവിടെ ചിത്രത്തിൽ നോക്കിയാൽ മതി. കുട്ടിയുടെ നിലവിലുള്ള നിലയാണ് പഠന നേട്ടം കൊടുത്തിട്ടുണ്ട്. ആ പഠന നേട്ടത്തിൽ കുട്ടിയുടെ നിലവിലുള്ള നില, കുട്ടിക്ക് പരമാവധി എത്തിച്ചേരാൻ കഴിയുന്ന നില, അവ തമ്മിലുള്ള ഡിഫറൻസ്, ആ ഡിഫറൻസ് ആണ് എന്ത്? ZPD അഥവാ സമീപസ്ഥ വികാസ മണ്ഡലം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി പറയുന്നത് വൈഗോട്സ്കി മുന്നോട്ട് വെച്ചിട്ടുള്ള പഠന രീതികളാണ്. ഏതെല്ലാം രീതിയിൽ പഠിക്കാം എന്നുള്ള കാര്യങ്ങളാണ് വൈഗോട്സ്കി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അവയാണ് സംഘ പഠനം, സംവാദ പഠനം, സഹവർത്തിത പഠനം, പ്രതിക്രിയാധ്യാപനം. ഇതൊക്കെ വൈഗോട്സ്കി മുന്നോട്ട് വെച്ചിട്ടുള്ള പഠന ആശയങ്ങളാണ്. ഏതെല്ലാം രീതിയിൽ പഠിക്കുക തുടങ്ങിയതിലുള്ള ആശയങ്ങളാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം?
ഓരോ കാര്യങ്ങൾ നോക്കാം. ആദ്യം പറയുന്നത് സംഘപഠനമാണ്. എന്താണ് സംഘപഠനം? സംഘപഠനം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അറിവ് രൂപപ്പെടുന്നതും പ്രസക്തമാകുന്നതും വിനിമയം ചെയ്യപ്പെടുന്നതും സാമൂഹ്യ സാഹചര്യത്തിലാണ്. അതിനാൽ പഠന സന്ദർഭങ്ങളെ സാമൂഹ്യവൽക്കരിക്കാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ക്ലാസ് സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമായി കണക്കാക്കി അധ്യാപകൻ സംഘപഠനത്തിന് അവസരം നൽകണം. കുട്ടികൾ എന്ത് ചെയ്യുക? സംഘമായിട്ട് പഠിക്കുക, ഗ്രൂപ്പായിട്ട് പഠിക്കുക. അതാണ് എന്ത് സംഘപഠനം എന്നുള്ളത്. സംഘപഠനം സാമൂഹിക ജ്ഞാന നിർമ്മിതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പഠന രീതിയാണ്. നമ്മൾ പഠിച്ചതാണ് എന്ത് വൈഗോട്സ്കിയുടെ ആശയമാണ് സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം അഥവാ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. നമ്മുടെ കേരളത്തിലുള്ള ക്ലാസ് റൂമുകളിലെല്ലാം ഇന്ന് നടപ്പിലാക്കുന്ന രീതി എന്ന് പറയുന്നത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആണ് അഥവാ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദമാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള പഠന രീതിയാണ് സംഘപഠനം എന്നുള്ളത്. ഇത് പഠന സന്ദർഭങ്ങളുടെ സാമൂഹ്യവൽക്കരണമാണ് ഈ ഒരു സംഘപഠനം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. കുട്ടികൾ എന്ത് ചെയ്യുക? സാമൂഹ്യവൽക്കരണം നടത്തുക. ക്ലാസ്സിൽ ഒരു ഗ്രൂപ്പായിട്ട് ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ അവിടെ നടക്കും സോഷ്യലൈസേഷൻ നടക്കും അഥവാ സാമൂഹ്യവൽക്കരണം നടക്കും. അത് കുട്ടികളെ ഒരു പഠനത്തിന്റെ നല്ല നിലയിലേക്ക് എത്തിക്കാനും പഠനത്തെ ഏകാന്തമായ പ്രക്രിയ ആക്കാതെ പഠനത്തെ ഗ്രൂപ്പായിട്ടുള്ള സംഘമായിട്ടുള്ള പ്രക്രിയ ആക്കുക എന്നുള്ളതാണ് വൈഗോട്സ്കി പറയുന്നത്. അതുപോലെ തന്നെ ക്ലാസ്സിലെ സംഘപഠനത്തിന് അവസരം നൽകുകയാണ് അധ്യാപകൻ ചെയ്യേണ്ടത്. കുട്ടികളുടെ സംഘപഠനത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ പഠന പ്രക്രിയയിൽ ഉൾപ്പെടുത്തുകയുമാണ് അധ്യാപകൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഈ വൈഗോട്സ്കി പറയുന്ന മറ്റൊരു രീതിയാണ് സംവാദാത്മക പഠനം. എന്താണ് സംവാദാത്മക പഠനം? ഉയർന്ന തലത്തിലുള്ള പഠനം നടത്തുന്നതിനുള്ള ഒരു രീതിയാണ് സംവാദം എന്നുള്ളത് അഥവാ ഡിബേറ്റ് എന്നൊക്കെ നമ്മൾ പറയും. ഡയലോഗ്, ഡിബേറ്റ് എന്നൊക്കെ പറയും. ഒരു ആശയത്തെയോ പഠന പ്രശ്നത്തെയോ കേന്ദ്രീകരിച്ച് രണ്ടോ അതിലധികമോ പേർ അന്യോന്യം ആദരവോടെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന രീതിയാണ് സംവാദം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഒരാശയത്തെ കേന്ദ്രീകരിച്ച് രണ്ടോ അതിലധികമോ പേർ ആദരവോടെ സംസാരിക്കുക, പരസ്പരം ബഹുമാനം ഉണ്ടായിരിക്കണം. അതാണ് സംവാദത്തിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത്, സംവാദാത്മക പഠനത്തിന്റെ പ്രത്യേകത. ചോദ്യങ്ങൾ ചോദിക്കുക, ചോദ്യങ്ങൾ ഉന്നയിക്കുക, അതുപോലെ വിയോജിപ്പുകളും വിരുദ്ധ വീക്ഷണങ്ങൾ കൂട്ടിച്ചേർക്കലുകളൊക്കെ ഈ ഒരു സംവാദത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ആശയങ്ങൾ ഉന്നയിക്കുകയും ചർച്ച ചെയ്യുകയും ന്യായീകരിക്കുകയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കലൊക്കെ ഈ ഒരു സംവാദ പഠനത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഈ ഒരു സംവാദ പഠനത്തിലൂടെ ഫലപ്രദമായി നടപ്പിലാക്കപ്പെടുന്ന കൊടുക്കൽ വാങ്ങൽ പ്രക്രിയകളിലൂടെ അറിവും വീക്ഷണവും കൂടുതൽ ആഴവും പരപ്പുമുള്ളതായി മാറുന്നു. അതായത് ഈ ഒരു സംവാദം എന്ന് പറഞ്ഞാൽ ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണ്. അതായത് ഒരാളുകൾ എന്ത് ചെയ്യും? ഒരു കാര്യം അവതരിപ്പിക്കും, മറ്റേ ആളുകൾ എന്ത് ചെയ്യും? കുറച്ച് അർത്ഥതലത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും? അതിന് ഓപ്പോസ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയിൽ എന്ത് ചെയ്യും? കുട്ടികൾക്ക് ഒരുപാട് പഠന സാധ്യതകൾ കിട്ടുന്നുണ്ട്. കുട്ടിക്ക് എന്ത് ചെയ്യാം? സ്വയം ഏതാണ് ശരി അല്ലെങ്കിൽ എന്താണ് അതിലുള്ള വാസ്തവം എന്ന് കുട്ടികൾക്ക് സ്വയം മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. ഇതൊക്കെ എന്താണ്? നമ്മുടെ സംവാദാത്മക പഠനത്തിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ സംവാദത്തിന് സാധ്യതയുള്ള പ്രവർത്തനങ്ങളാണ് ഗ്രൂപ്പ് ചർച്ച, പൊതു ചർച്ച, പാനൽ ചർച്ച, സെമിനാർ, സിംപോസിയം, ബ്രെയിൻ സ്റ്റോമിങ്, സംവാദം തുടങ്ങിയവയൊക്കെ എന്താണ്? സംവാദാത്മക പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കാവുന്ന അല്ലെങ്കിൽ സംവാദാത്മക പ്രവർത്തനങ്ങൾക്ക് സാധ്യതയുള്ള പ്രവർത്തനങ്ങളാണ് എന്ന് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് വൈഗോട്സ്കിയുടെ സഹവർത്തിത പഠനമാണ്. സഹവർത്തിത പഠനം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു ഗ്രൂപ്പ്, ഒരു വൈവിധ്യങ്ങളുടെ കൂടിച്ചേരലാണ് സഹവർത്തിത പഠനം എന്ന് പറയുന്നത്. വ്യത്യസ്ത വൈവിധ്യമായിട്ടുള്ള കുട്ടികൾ, വ്യത്യസ്ത ആശയങ്ങളും വ്യത്യസ്ത നിലവാരവുമുള്ള കുട്ടികൾ എന്ത് ചെയ്യുക? ഒരുമിച്ച് നിന്ന് ഒരു പൊതുവായ ലക്ഷ്യത്തിന് വേണ്ടി ഗ്രൂപ്പായി പ്രവർത്തിക്കുന്നതാണ് സഹവർത്തിത പഠനം എന്ന് പറയുന്നത്. വ്യത്യസ്ത വൈവിധ്യങ്ങളുള്ള കുട്ടികൾ, വ്യത്യസ്ത ഭിന്ന നിലവാരമുള്ള കുട്ടികൾ ഒരു പൊതുവായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഗ്രൂപ്പായി പ്രവർത്തിക്കുന്നതാണ് സഹവർത്തിത പഠനം എന്ന് പറയുന്നത്. ഈ ഒരു സഹവർത്തിത പഠനത്തിൽ എന്ത് ചെയ്യണം? ടീച്ചർ നല്ലൊരു സ്കഫോൾഡ് നൽകണം അഥവാ ഒരു കൈത്താങ് നൽകണം. അതാണ് സഹവർത്തിത പഠനം. ഈ ഒരു സഹവർത്തിത പഠനത്തിൽ അറിവ് നിർമ്മാണം നടക്കുന്നത് പങ്കുവെക്കലിലൂടെയും സംവാദത്തിലൂടെയും ധാരണ മെച്ചപ്പെടുത്തലിലൂടെയൊക്കെയാണ്. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യും? പരസ്പരം ഓരോ ആശയങ്ങൾ പങ്കുവെക്കും. നമ്മൾ പറഞ്ഞു വ്യത്യസ്ത ഭിന്ന നിലവാരക്കാരായ കുട്ടികളുണ്ട്, വ്യത്യസ്ത വൈവിധ്യമുള്ള കുട്ടികളുണ്ട്. അപ്പൊ ഈ വൈവിധ്യമുള്ള ഭിന്ന നിലവാരക്കാരായ കുട്ടികൾ പരസ്പരം ആശയങ്ങൾ പങ്കുവെക്കും, പരസ്പരം ആശയങ്ങൾ സംവാദം നടത്തും. അങ്ങനെ ധാരണ മെച്ചപ്പെടുത്തുന്ന രീതിയാണ് സഹവർത്തിത പഠനം എന്നുള്ളത്. ഇനി ഈ ഒരു ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സഹവർത്തിത പഠനവും സംഘപഠനവും തമ്മിലുള്ള വ്യത്യാസം താരതമ്യം ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ചോദ്യങ്ങൾ ചോദിക്കും. ഒരു 5 മാർക്കിന്റെ ചോദ്യം പ്രതീക്ഷിക്കാം. സഹവർത്തിത പഠനവും സംഘപഠനവും തമ്മിലുള്ള താരതമ്യം എന്താണ്? അപ്പൊ എന്ത് ചെയ്യുക? സഹവർത്തിത പഠനത്തിന്റെ പോയിന്റുകൾ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സംഘപഠനത്തിന്റെ പോയിന്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവ തമ്മിൽ വ്യക്തമാക്കിയിട്ട് അവയുടെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾ വൃത്തിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവയുടെ വ്യത്യാസങ്ങൾ താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഇനി നമ്മൾ പറയുന്നത് വൈഗോട്സ്കി മുന്നോട്ട് വെച്ചിട്ടുള്ള മറ്റൊരു ആശയമാണ് പ്രതിക്രിയ അധ്യാപനം അഥവാ റെസിപ്രോക്കൽ ടീച്ചിങ്. പ്രതിക്രിയ അധ്യാപനം അഥവാ റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ
കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിനു വേണ്ടി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ രൂപീകരിച്ച രീതിയാണ് പ്രതിക്രിയാധ്യാപനം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ പ്രതിക്രിയാധ്യാപനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? കുട്ടികളുടെ വായനാ പരിശീലനം മെച്ചപ്പെടുത്തുക, വായനാ പരിശീലനം നൽകുക, വായനാശീലങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ റെസിപ്രോക്കൽ ടീച്ചിങ് അഥവാ പ്രതിക്രിയാധ്യാപനം നടത്തുന്നത്. ഒരു സഹപഠന സംഘം രൂപീകരിക്കുകയും അധ്യാപകനോ ധാരണ നിലവാരത്തിൽ മുന്നോക്കക്കാരായ കുട്ടികൾ തന്നെയോ ഗ്രൂപ്പിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഒരു പ്രതിക്രിയ അധ്യാപനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഒന്നെങ്കിൽ അധ്യാപകനായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് റൂമിൽ ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും, കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും ധാരണയുള്ള കുട്ടികൾ ഉണ്ടാവും. അപ്പൊ അത്തരം കുട്ടികളോ അല്ലെങ്കിൽ അധ്യാപകനായിരിക്കും ഈ ഒരു രീതിക്ക്, ഈ ഒരു വായനാ പരിശീലന രീതിക്ക് നേതൃത്വം കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ 4 ഘട്ടങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതായത് ഈ പ്രതിക്രിയ അധ്യാപനം റെസിപ്രോക്കൽ ടീച്ചിങ്ങിന്റെ 4 ഘട്ടങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ആ 4 ഘട്ടങ്ങളാണ് ചോദ്യം ചോദിക്കൽ അഥവാ ക്വസ്റ്റ്യനിങ്, സംഗ്രഹിക്കൽ അഥവാ സമ്മറൈസിങ്, വിശദീകരിക്കൽ, എക്സ്പ്ലെയിനിങ്, പ്രവചിക്കൽ, പ്രെഡിക്റ്റിംഗ്. ഈ 4 ഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ സഹവർത്തിത പഠനം മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഇനി മറ്റൊരു കൺസെപ്റ്റ് ആണ് ലേണർ ഓട്ടോണമി. ലേണർ ഓട്ടോണമി എന്ന് പറഞ്ഞാൽ കുട്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ് റൂം, അല്ലെങ്കിൽ പഠിതാവ് പഠന പ്രക്രിയയുടെ കേന്ദ്രമായിട്ട് മാറാം. ചൈൽഡ് സെന്റേർഡ് അല്ലെങ്കിൽ ലേണർ സെന്റേർഡ്, അതിനെയാണ് എന്ന് പറയുന്നത് പഠിതാവ് പഠന പ്രക്രിയയുടെ കേന്ദ്രമാണ് എന്ന് പറയുന്നത്, അഥവാ ലേണർ ഓട്ടോണമി എന്ന് പറയുന്നത്. ശിശു കേന്ദ്രീകൃതമായിട്ടുള്ള പഠന പ്രവർത്തനങ്ങൾക്കാണ് ലേണർ ഓട്ടോണമി എന്ന് പറയുന്നത്. പരമ്പരാഗത പഠന സമ്പ്രദായങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പഠന പ്രക്രിയയുടെ എല്ലാ മേഖലകളിലെയും ഉത്തരവാദിത്തം, തീരുമാനം എടുക്കാനുള്ള ചുമതലയും കുട്ടികൾക്കായിരിക്കും അല്ലെങ്കിൽ പഠിതാക്കൾക്കായിരിക്കും ഉണ്ടായിരിക്കുക. അതിനെയാണ് ലേണർ ഓട്ടോണമി എന്ന് പറയുന്നത്. അതായത് പഠന ലക്ഷ്യങ്ങൾ തീരുമാനിക്കുന്നത് കുട്ടിയായിരിക്കും, ഉള്ളടക്കത്തെ വിശകലനം ചെയ്ത് അനുയോജ്യമായ പഠന രീതിയും പഠനതന്ത്രങ്ങളും തീരുമാനിക്കുന്നത് കുട്ടിയായിരിക്കും, പഠനത്തെ വിലയിരുത്തുകയും പഠന നേട്ടങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നത് ആരായിരിക്കും? കുട്ടിയായിരിക്കും. കൈവരിക്കുമ്പോൾ കഴിഞ്ഞിട്ടുണ്ടോ, പഠന നേട്ടങ്ങളെല്ലാം കൈവരിച്ച് കഴിഞ്ഞിട്ട് അത് കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയൊക്കെ ആരായിരിക്കും? കുട്ടിയായിരിക്കും. ഇത്തരം ചുമതലകളെല്ലാം കുട്ടിയിൽ അധിഷ്ഠിതമായി കുട്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പഠിതാവ് കേന്ദ്രീകൃതമായിട്ടുള്ള രീതിയെയാണ് ലേണർ ഓട്ടോണമി എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ പഠിതാവ് പഠന പ്രക്രിയയുടെ കേന്ദ്രമാകുന്നു. അതാണ് നമ്മുടെ ലേണർ ഓട്ടോണമിയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി മറ്റൊരു ആശയമാണ് അനുഭവാധിഷ്ഠിത പഠനം. അനുഭവാധിഷ്ഠിത പഠനം അഥവാ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത് കോൾബാണ്. കോൾബ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയമാണ് അനുഭവാധിഷ്ഠിത പഠനം എന്നുള്ളത്. പഠിതാവിനെ അനുഭവങ്ങളിലേക്ക് ആഴ്ത്തുകയും പഠിതാവിലുണ്ടാകുന്ന പ്രതിഫലനങ്ങളെ പുതിയ നൈപുണ്യങ്ങളും മനോഭാവങ്ങളും ചിന്താരീതിയും രൂപപ്പെടാൻ ഉതകുന്ന രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് അനുഭവാധിഷ്ഠിത പഠനം എന്നുള്ളത്. ഡേവിഡ് എ കോൾബ് ആണ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആശയത്തിന് അദ്ദേഹം 4 ഘട്ടങ്ങളിലൂടെയാണ് വിശദീകരിക്കുന്നത്. അഥവാ നമ്മുടെ അനുഭവാധിഷ്ഠിത പഠനത്തെ 4 ഘട്ടങ്ങളിലൂടെ വിശദീകരിക്കുന്നു. ഒന്നാമത്തെ ഘട്ടമാണ് മൂർത്താനുഭവങ്ങൾ, രണ്ടാമത്തെ ഘട്ടമാണ് പ്രതിഫലനാത്മക നിരീക്ഷണം, മൂന്നാമത്തെ ഘട്ടമാണ് അമൂർത്തമായ ആശയ രൂപീകരണം, നാലാമത്തെ ഘട്ടമാണ് സജീവ പരീക്ഷണം. ഈ 4 ഘട്ടങ്ങളിലൂടെയാണ് അനുഭവാധിഷ്ഠിത പഠനങ്ങളെ ഡേവിഡ് എ കോൾബ് വിശദീകരിക്കുന്നത്. അടുത്തത് നോക്കാനുള്ളത് കോഗ്നിറ്റീവ് നെഗോഷ്യബിലിറ്റി എന്താണ്, അതുപോലെ കോഗ്നിറ്റീവ് അപ്രന്റൈസ്ഷിപ്പ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് എന്താണ് കോഗ്നിറ്റീവ് നെഗോഷ്യബിലിറ്റി എന്നുള്ളതാണ്. കോഗ്നിറ്റീവ് നെഗോഷ്യബിലിറ്റി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് യഥാർത്ഥമായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അറിവ് നിർമ്മിച്ചെടുക്കുന്നതിനെ ആണ് കോഗ്നിറ്റീവ് നെഗോഷ്യബിലിറ്റി എന്ന് പറയുക. കുട്ടികളുടെ യഥാർത്ഥമായിട്ടുള്ള അനുഭവത്തിലൂടെ എന്ത് ചെയ്യുക? അറിവ് നിർമ്മിച്ചെടുക്കുക. അതിനെയാണ് എന്ത് പറയുന്നത്? കോഗ്നിറ്റീവ് നെഗോഷ്യബിലിറ്റി എന്ന് പറയുന്നത്. കുട്ടിയുടെ യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളിൽ അനുഭവാധിഷ്ഠിതമായി പഠനം നടക്കുന്നത് അറിവിനെ അർത്ഥപൂർണമാക്കുന്നു എന്ന് പറയുന്നു. അഥവാ കുട്ടിയുടെ യഥാർത്ഥ അനുഭവം എന്താണോ, കുട്ടിയുടെ യഥാർത്ഥ പരിസ്ഥിതി എന്താണോ, ആ പരിസ്ഥിതിയിലും അനുഭവങ്ങളുടെ തലത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിനെയാണ് കോഗ്നിറ്റീവ് നെഗോഷ്യബിലിറ്റി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ആശയമാണ് സിറ്റുവേറ്റഡ് ലേണിംഗ്. സിറ്റുവേറ്റഡ് ലേണിംഗ് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ജീൻ ലേവ് ആണ്. ജീൻ ലേവ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയമാണ് സിറ്റുവേറ്റഡ് ലേണിംഗ് എന്ന് പറയുന്നത്. സിറ്റുവേറ്റഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ പഠനവും അത് സാധ്യമാകുന്ന സാമൂഹ്യ സാഹചര്യവും തമ്മിൽ വേർതിരിക്കാനാവില്ല എന്ന ആശയത്തിലാണ് ഈ ഒരു ആശയം മുന്നോട്ട് വന്നിട്ടുള്ളത്. അതായത് ഏത് തരം സാമൂഹ്യ ബന്ധങ്ങളും ഇടപെടലുകളാണ് സ്വാഭാവിക പഠനം നടക്കുന്നത്. അത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് അതേ ഘടകങ്ങൾ ഉറപ്പുവരുത്തി അതേ സാഹചര്യം സൃഷ്ടിച്ച് പഠനം സാധ്യമാക്കുന്ന രീതിയാണ് സിറ്റുവേറ്റഡ് ലേണിംഗ്. അതായത് കുട്ടികൾക്ക് എല്ലാ സമയത്തും സ്വാഭാവിക പഠനാന്തരീക്ഷം ഉണ്ടായിരിക്കില്ല. നമ്മൾ കോഗ്നിറ്റീവ് നെഗോഷ്യബിലിറ്റിയിൽ പറഞ്ഞത് യഥാർത്ഥ അനുഭവത്തിലൂടെ പഠനങ്ങൾ അല്ലെങ്കിൽ അറിവ് നിർമ്മിക്കുക എന്നുള്ളതാണ്. എല്ലാ സന്ദർഭങ്ങളിലും എന്തുണ്ടായിരിക്കില്ല? യഥാർത്ഥ അനുഭവങ്ങളും കുട്ടികളുടെ സ്വാഭാവിക അനുഭവങ്ങളും ഉണ്ടായിരിക്കില്ല. അത്തരം സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യുക?
കുട്ടികൾക്ക് സ്വാഭാവികമായ പഠന സന്ദർഭങ്ങൾ കൃത്രിമമായി നിർമ്മിച്ചു കൊടുക്കുക. അതാണ് സിറ്റുവേറ്റഡ് ലേണിംഗ്. സിറ്റുവേറ്റഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ സ്വാഭാവികമായ പഠന സന്ദർഭങ്ങൾ കൃത്രിമമായിട്ട് നിർമ്മിച്ചു കൊടുക്കുന്നതാണ് സിറ്റുവേറ്റഡ് ലേണിംഗ് എന്നുള്ളത്. ഇനി പറയാനുള്ളത് കോഗ്നിറ്റീവ് അപ്രന്റൈസ്ഷിപ്പ് ആണ്. കോഗ്നിറ്റീവ് അപ്രന്റൈസ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ കൂടുതൽ വൈദഗ്ധ്യമുള്ള ഒരാളുടെ കീഴിൽ നിന്നുകൊണ്ട് ഒരു പഠിതാവ് അല്ലെങ്കിൽ ചിന്താ നൈപുണ്യത്തിലൂടെയും അതീത ചിന്താ നൈപുണ്യത്തിലൂടെയും പരിശീലനം നേടുന്ന പ്രക്രിയക്കാണ് കോഗ്നിറ്റീവ് അപ്രന്റൈസ്ഷിപ്പ് എന്ന് പറയുന്നത്. പണ്ടൊക്കെ ഒരു ഗുരുകുല സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഗുരു ഉണ്ടാവും. ആ ഗുരു എന്തായിരിക്കും? ഒരുപാട് വൈദഗ്ധ്യമുള്ള ആളുകളായിരിക്കും, പാണ്ഡിത്യമുള്ള ആളായിരിക്കും. അപ്പോൾ ആ ഒരു ഗുരുവിന്റെ കീഴിൽ താമസിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? അയാളുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് നൈപുണ്യങ്ങളും ഒരുപാട് അറിവുകളും നേടുക. അത്തരം പരിപാടിക്കാണ് കോഗ്നിറ്റീവ് അപ്രന്റൈസ്ഷിപ്പ് എന്ന് പറയുന്നത്. വൈദഗ്ധ്യമുള്ള ആളുടെ കീഴിൽ പഠിക്കുന്നതാണ് കോഗ്നിറ്റീവ് അപ്രന്റൈസ്ഷിപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു രീതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സോദാഹരണ മാതൃക അഥവാ ഡെമോൺസ്ട്രേഷൻ, കൈത്താങ് ആണ് ഇതിലെ പ്രധാന പ്രക്രിയ. അതായത് കൈത്താങ്ങും സോദാഹരണ മാതൃക ഡെമോൺസ്ട്രേഷൻ, അതിന്റെ ഒരു യഥാർത്ഥ കാര്യം കാണിച്ചു കൊടുക്കുക, ഡെമോ ചെയ്ത് കാണിച്ചു കൊടുക്കുക. അത്തരം കാര്യങ്ങളാണ് എന്ത് ഈ ഒരു കോഗ്നിറ്റീവ് അപ്രന്റൈസ്ഷിപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്രക്രിയകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ള ടോപ്പിക്കാണ് അതീത ചിന്ത. എന്താണ് അതീത ചിന്ത? അതീത ചിന്ത എന്ന് പറഞ്ഞാൽ ചിന്തയുടെ വിലയിരുത്തലും നിയന്ത്രണവുമാണ് അതീത ചിന്ത എന്നാണ് മാർട്ടിനസ് നൽകിയിട്ടുള്ള ഒരു നിർവചനം. അതീത ചിന്തയെ കുറിച്ച് മാർട്ടിനസ് നൽകിയ നിർവചനം ഒന്നുകൂടെ പറയാം. ചിന്തയുടെ വിലയിരുത്തലും നിയന്ത്രണവുമാണ് അതീത ചിന്ത. ഈ ഒരു നിർവചനം നൽകിയിട്ടുള്ളത് മാർട്ടിനസ് ആണ്. ചിന്തയെ കുറിച്ചുള്ള ചിന്തയാണ് എന്ത്? അതീത ചിന്ത എന്ന് പറയുന്നത്. നമുക്ക് ചിന്ത ഉണ്ടായിരിക്കും, ആ ചിന്തയെ കുറിച്ച് ചിന്തിക്കുന്ന അതിനെയാണ് എന്ത് പറയാ? മെറ്റാകോഗ്നിഷൻ അഥവാ അതീത ചിന്ത എന്ന് പറയുന്നത്. ജ്ഞാനാർജന പ്രക്രിയയുടെ നിയന്ത്രണം, ക്രമപ്പെടുത്തൽ, വിലയിരുത്തൽ തുടങ്ങിയവയൊക്കെ ഈ ഒരു അതീത ചിന്തയുടെ ഭാഗമായിട്ടുള്ളതാണ്. പഠനത്തിന്റെ ഫലപ്രാപ്തിയെ സ്വാധീനിക്കുന്ന ലക്ഷ്യനിർണയം, സമയത്തിന്റെ ഫലപ്രദമായ ഉപയോഗം, സ്വയം വിലയിരുത്തൽ, സ്വയം പ്രചോദനം തുടങ്ങിയവയെല്ലാം നമ്മുടെ അതീത ചിന്തയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അതീത ചിന്തയുടെ പ്രക്രിയാ തലങ്ങളാണ് ഇനി പഠിക്കാനുള്ളത്. അതീത ചിന്തയുടെ പ്രക്രിയാ തലങ്ങളാണ്: ഒന്നാമത്തേത് ധാരണ, രണ്ടാമത്തേത് ആസൂത്രണം, മൂന്നാമത്തേത് വിലയിരുത്തൽ തുടങ്ങിയവയാണ് അതീത ചിന്തയുടെ ഭാഗങ്ങളായിട്ട് വരുന്നത്. ഒന്നുകൂടെ പറയാം. ജ്ഞാനാർജന പ്രക്രിയയുടെ നിയന്ത്രണം, ക്രമപ്പെടുത്തൽ, അതുപോലെ തന്നെ വിലയിരുത്തൽ തുടങ്ങിയവയൊക്കെ എന്താണ്? അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്, അതീത ചിന്തയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അതീത ചിന്തയുടെ തലങ്ങൾ പറയുമ്പോൾ ധാരണ, അതുപോലെ ആസൂത്രണം, വിലയിരുത്തൽ തുടങ്ങിയവയാണ് അതിന്റെ ഓരോ തലങ്ങളായിട്ട് വരുന്നത്. ഇനി അതീത ചിന്തയുടെ ക്ലാസ് റൂം പ്രസക്തി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സൈക്കോളജിയിൽ എന്ത് പഠിക്കുകയാണെങ്കിലും അവയുടെ പ്രസക്തി എന്നുള്ളത് ക്ലാസ് റൂമിൽ അപ്ലിക്കബിൾ ആണോ എന്നുള്ളതാണ്. അപ്പോൾ ക്ലാസ് റൂമിൽ അപ്ലിക്കബിൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കളികൾ പഠിക്കുന്നത്. അപ്പോൾ അതീത ചിന്തയുടെ ക്ലാസ് റൂം പ്രസക്തിയാണ് ഇനി പറയുന്നത്. അതീത ചിന്തയുടെ ക്ലാസ് റൂം പ്രസക്തി എന്ന് പറയുമ്പോൾ പഠന പ്രക്രിയയിൽ പഠിതാവിന്റെ നിയന്ത്രണം മെച്ചപ്പെടുത്താൻ നമ്മുടെ അതീത ചിന്ത ഉപകാരപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അതീത ചിന്ത ഓരോ പഠിതാവിന്റെയും അറിവ് നിർമ്മാണ പ്രക്രിയ സവിശേഷമാണ് എന്ന തിരിച്ചറിവ് അധ്യാപകന് നൽകുന്നു. അതുപോലെ തന്നെ അതീത ചിന്തയുടെ അടിത്തറ ശക്തമാകുമ്പോൾ കുട്ടി സ്വതന്ത്രനായ ഒരു പ്രശ്ന പരിഹാരകനായി മാറുന്നു, പഠിതാവിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു തുടങ്ങിയവയൊക്കെ അതീത ചിന്തയുടെ ക്ലാസ് റൂം പ്രസക്തിയാണ്. അതായത് ഒരു ചിന്തയെക്കുറിച്ച് ചിന്ത ഉണ്ടായാൽ ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു കുട്ടിക്ക് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ആശയ ചിത്രീകരണം. എന്താണ് ആശയ ചിത്രീകരണം? ആരാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്? ആശയ ചിത്രീകരണം അഥവാ കൺസെപ്റ്റ് മാപ്പിംഗ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ജോസഫ് ഡി നൊവാക് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ്. ജോസഫ് ഡി നൊവാക് മുന്നോട്ട് വെച്ചിട്ടുള്ള കൺസെപ്റ്റ് ആണ് ആശയ ചിത്രീകരണം അഥവാ കൺസെപ്റ്റ് മാപ്പ്. കൺസെപ്റ്റ് മാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം, വലിയ ആശയത്തെ ചിത്രീകരിക്കുന്നതാണ് എന്ത്? കൺസെപ്റ്റ് മാപ്പിംഗ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യും? ആശയത്തെയും ഉപാശയത്തെയൊക്കെ രേഖകൾ വെച്ച് ബന്ധിപ്പിച്ചു കൊടുക്കും. അതായത് ആദ്യം ഒരു പ്രധാന ആശയം എഴുതും, ആ പ്രധാന ആശയത്തെ ബന്ധപ്പെടുത്തിയിട്ട് ഉപാശയങ്ങൾ എന്ത് ചെയ്യും? വ്യത്യസ്ത ചതുരക്കളിയിലോ വൃത്തക്കളിയിലോ വ്യത്യസ്ത ചിത്ര രൂപത്തിൽ നമ്മൾ ആക്കുന്നതാണ് ആശയരൂപീകരണം എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ വ്യത്യസ്ത ഘടക പദങ്ങൾ ഉപയോഗിക്കും, അതായത് ലിങ്കേജുകൾ, വ്യത്യസ്ത ലിങ്കിങ് വേർഡ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കും, കീവേഡ്സ് ഉപയോഗിക്കും. ഇങ്ങനെ ചിത്രീകരണത്തിലൂടെ ഒരു ആശയത്തെ വലിയ ആശയത്തിൽ നിന്ന് ചെറിയ ആശയത്തിലേക്ക് എന്നുള്ള രീതിയിൽ വേർതിരിച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ ചിത്രീകരിക്കുന്നതാണ് ആശയ ചിത്രീകരണം എന്ന് പറയുന്നത്. സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക് പോകുന്ന രീതിയാണ് ആശയ ചിത്രീകരണം. അഥവാ ആദ്യം സ്ഥൂലമായിട്ടുള്ള ഒരു ആശയം ഉണ്ടായിരിക്കും, അതിനുശേഷം എന്തുണ്ടാവും? ഓരോ ഉപാശയങ്ങളെല്ലാം കൊടുത്ത് സൂക്ഷ്മമായിട്ടുള്ള ഓരോ ആശയങ്ങളിലേക്കും പോവുക എന്നുള്ള രീതിയാണ് ആശയ ചിത്രീകരണത്തിൽ വരുന്നത്. ഈ ഒരു ബോധനത്തോടൊപ്പം തന്നെ വിലയിരുത്തുന്ന ഒരു പ്രക്രിയ ഈ ഒരു ആശയ ചിത്രീകരണത്തിന്റെ ഒരു ഉപാധിയാണ്. ഒരേ സമയം പഠനത്തിനും അതുപോലെ ഒരേ സമയം വിലയിരുത്തലിനും ഉപയോഗിക്കാവുന്ന ഒരു തന്ത്രമാണ് എന്ത്? നമ്മുടെ ആശയ ചിത്രീകരണം. ഈ ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ജോസഫ് ഡി നൊവാക് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് ആണ്. ഇനി അടുത്ത കാര്യങ്ങളെല്ലാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം.
ക്ലാസ് ലഭിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ അറിയിക്കണം. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങളുടെ പ്രചോദനം.